أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വാലിഹ് അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചെയ്യാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഈ സദസ്സ് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുണ്ട്. ആസ്പത്രിയിൽ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നത്, പിതാവ് സുഖമില്ലാതെ കിടക്കുന്ന ആൾ, ഇങ്ങനെ പലരും മരണപ്പെട്ടു പോയ, ഇവിടെ ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർ ചിലരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ പരലോക കാര്യത്തിലും അങ്ങനെ പല കാര്യത്തിനും പറഞ്ഞവരുണ്ട്, ഇനി മനസ്സിൽ കരുതിയവരുണ്ട്. ഏതായാലും നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും ഈ പറയപ്പെട്ടവരെ അല്ലാഹു തആല ദീനിയും ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ആഫാത്തും മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. രോഗത്തിലുള്ളവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മിൽപ്പെട്ടതായ ആൾക്കാരെ പരലോക ജീവിതം അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആലാൻ്റെയും അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൊരുത്തത്തിനും തൃപ്തിയിലുമായി ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മളെ ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ബന്ധപ്പെട്ടവർ, വസിയ്യത്ത് ചെയ്തവർ, സഹായിച്ചവർ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും നടക്കുന്ന എല്ലാ ആഫത്തുകളിൽ നിന്നും ആഫിയത്ത് നമുക്കോ അവർക്കോ അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ടും വിയോഗം കൊണ്ടും വേറെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കൊണ്ടും പ്രധാനപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അപ്പോൾ അതുപോലെ നമുക്ക് കടപ്പെട്ട പല ഇമാമിയങ്ങളും, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, ഖാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പോലത്തെ അത്യുന്നതരായ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ ലോകത്തുള്ള പല മഹാത്മാക്കളുടെയും വിയോഗമാസമാണ്. എല്ലാറ്റിലും പ്രധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇപ്പം അങ്ങനെ ഈ അഭിമാനത്തിലൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം ഉണ്ടാവില്ല, മുസ്ലിമീങ്ങളുണ്ടാവില്ല. ഈ പേരും അന്തസ്സും ഇജ്ജത്തും അഭിമാനങ്ങളൊന്നും നമുക്കൊന്നുമില്ല. ഒക്കത്തിനും കാരണം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നേരിട്ട് ഇപ്പോൾ പറയേണ്ട ആൾ അള്ളാഹുവാണല്ലോ. നമ്മളെ ഉണ്ടാക്കിയത്, അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹ്ക്കാണ് ഇപ്പോൾ അറിയാം ആരാ എങ്ങനെ അതിൻ്റെ സ്ഥാനമൊക്കെ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തൗറാത്തിലായിട്ട് അള്ളാഹു തആല പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ മൂപ്പർ കേട്ടപ്പോൾ എന്താണ് അയാൾക്കുള്ള പ്രത്യേകത എന്ന് മൂസാ നബി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ, ഞാൻ ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ നൂറിന്നൊരു പിടി വാരി, എൻ്റെ ദാത്തിയായ നൂറ് ആ വെളിച്ചത്തിൽ നിന്നൊരു പിടി വാരിയിട്ട് കുൻ മുഹമ്മദ എന്ന് ഞാനവിടെ പറഞ്ഞതാണ്. അങ്ങനെ എന്നിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചതാണ് ആദ്യത്തെ സൃഷ്ടി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയാളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആരെയും ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു. ഈ ഗോളങ്ങളോ പ്രപഞ്ചങ്ങളോ എൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ കാര്യം തന്നെ ഉണ്ടാവില്ലേ. അത് അവരെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് മറ്റെല്ലാം ഉണ്ടായത്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ആ ആളെയാണ്.
വേറൊക്കെ ആളെ എല്ലാവരെയും സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. പരിധി ഏറ്റവും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ് അത് തന്നെ നേരിട്ട് പറയാതൊക്കെ നെസ്സായിട്ട്, മറ്റൊക്കെ പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കും. ഇത് നേരിട്ട് നെസ്സായിട്ട് അത് തന്നെ തൗറാത്തിലായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അവരാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞത് നാവിൻ്റെ തുപ്പനീര് നാവിലേക്ക് എത്ര അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ എന്നോട് അടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, മൂസാ നബി ഇസ്ലാമിനോട് പറയാണ്, അള്ളാഹിലേക്ക് അടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ഹബീബിൻ്റെ പേര് സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോളാണ്. അന്നിപ്പോൾ നബി ഉണ്ടായില്ല കണക്കിന്, പ്രത്യക്ഷത്തിൽ ഉണ്ട്. ആദ്യം ഉണ്ടായത് അവരാണ്. ഈ ലോകത്തില്ല, നമ്മൾ ഈ സൃഷ്ടി ഇവിടെ ഇല്ല, ഈ ലോകത്തില്ല, ഈ ജസദീയ ലോകത്ത് ശാരീരിക ലോകത്തില്ലാത്തൊരാളെ പറ്റി അവ പറഞ്ഞ അങ്ങനെ ഇനി വരാൻ പോകുന്ന ആളാണ്. മൂസാ നബിക്ക് എത്ര 1000 വർഷം ശേഷമാണ് ഇവിടെ വരാൻ പോകുന്നത്. ആ ആളെ മേലിൽ എന്ത് ചെയ്തു വേണ്ടി സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോളാണ്ടി എന്ന് മൂസാ നബി ഇസ്ലാമിനോട് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പല വിഷയങ്ങൾ ഒന്നപ്പോൾ എന്താ പിന്നെ മദ്ഹ് ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്താണ്, ഇങ്ങനെ പല നിലക്കും നമുക്ക് ചിന്തിക്കാൻ പറയലുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചപ്പോൾ ഞാൻ പറയും, മദ്ഹ് ചെയ്യൽ നമുക്ക് കടപ്പെട്ടതാ, ചെയ്യാതെക്കാൻ കഴിയില്ല, നമുക്കത് നിർബന്ധമാണ്. കാരണം നമ്മളുമില്ല, നമ്മളെ പൂർവീകരുമില്ല, നമ്മളെ ഉത്ഭവമില്ല, അടിസ്ഥാനവുമില്ല, അടിത്തറയില്ല, മതവുമില്ല, ഒന്നുമില്ല. ആരില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോൾ ഏത് രീതിയിലും എല്ലാ ജാതിയും സർവ്വവും ആരോട് കടപ്പെട്ടിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടപ്പെട്ടു. അപ്പോൾ ആദ്യം നബിനെ പുകഴ്ത്തുക, പ്രശംസിക്കുക. മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മൗലിദിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രശംസിക്കുന്നതിന് മൗലിദ് എന്ന് പറയും. അതാ മൗലിദ് എന്ന് പേര് വന്ന്, ജന്മം. എന്ന് വിചാരിച്ചാൽ അന്ന് അത് മാത്രമേ പറഞ്ഞോളൂ എന്നില്ല. അതിന് മുമ്പുള്ളതും പറയും, ശേഷമുള്ളതും പറയും, എന്നും പറയും, എപ്പോഴും പറയാം. എങ്കിലും ആ ജന്മ ദിവസത്തിനും ആ മാസത്തിനും ചില പ്രാധാന്യങ്ങൾ. അതിലിപ്പോൾ മുൻഗാമികളൊന്നിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ സഹാബത്ത് ഇരുന്ന് ഓതിയില്ലല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഒന്ന് അനുഭവത്തിൽ മനസ്സിലാക്കുക, ഒന്ന്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എല്ലാ ഹദീസും ഒരുപോലെ പ്രശസ്തം ഉണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അയച്ചത് ദീൻ പഠിപ്പിക്കാനാണ്. അപ്പോൾ ദീനിൻ്റെ ഓരോ കാര്യങ്ങൾ, മുഖ്യമായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അറിയിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ടെന്ന് പറയാം. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറയാം. മറ്റേ കാര്യങ്ങൾ അപൂർവമായിട്ട് പറയൂ. ഇങ്ങനെ അതിലിപ്പോൾ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജനങ്ങളിൽ വെച്ച് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻ ഞാനാണ്. വലാ ഫഖ്റ, അത് ഞാൻ അഭിമാനമൊന്നും പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയാണ്, നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻ അള്ളാഹിൻ്റെ പഠിപ്പുകളിൽ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ. ലാ ഫഖ്റ, അത് അഭിമാനം പറയും. അഭിമാനമല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഞാൻ പിന്നെ അറുവാട്ടനാന്ന് പറയുമ്പോൾ അഭിമാനമായിട്ടില്ലെങ്കിൽ തോന്നുക, അല്ലെങ്കിൽ ഞാൻ എന്നോനാന്ന് പറയും. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ അഭിമാനമായിട്ടല്ല പറയുന്നത്, പക്ഷെ ഞാൻ ആരാന്ന് ഞാൻ പറഞ്ഞെന്നെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആരാന്ന് അറിയലും വിശ്വസിക്കലും നിങ്ങൾക്ക് നിർബന്ധവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാന്ന് അറിയലും അറിഞ്ഞ് വിശ്വസിക്കലും അതനുസരിച്ച് ബഹുമാനിക്കലും ഒക്കെ നമ്മൾ നിർബന്ധത്തിൽ സ്നേഹിക്കലും നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്, ഞാൻ ഇന്ന ആളാണ്. എന്നാലേ നമുക്കറിയോ? അൽഹംദുലില്ലാ, നമുക്കത് അറിയില്ലല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളിൽ ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ ആൾ. വലാ ഫഖ്റ, ഇത് അഭിമാനം പറയല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹ് അറിയിച്ചു തന്നത് നിങ്ങളോട് പറയാൻ പറയാം. എന്നിട്ട് പിന്നെ ആ ഹദീസിന് അവസാനം പറയുന്നത്, മൻ അത്താന അത്തൈനാഹു, ആരെങ്കിലും നമ്മളെ അരികിലേക്ക് വന്നാൽ നമ്മൾ അങ്ങോട്ടും വരും. നമ്മളുടെ ചിലപ്പോൾ ഒരാളെ പുരയിലേക്ക് അങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ ക്ഷണിക്കാൻ വന്നു പോലെ, എന്നാൽ നമ്മൾ തിരിച്ചങ്ങോട്ടും വരും. വിരലിപ്പോൾ എങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിരലിപ്പോൾ എങ്ങനെ? ഇന്നിപ്പോൾ ലാഹിറിൽ ഇവിടെ ഇല്ലല്ലോ, പ്രത്യക്ഷത്തിലില്ല. ഇന്നിപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നന്മ പറയുക. മൂന്നാമത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആളിപ്പം അങ്ങോട്ട് വരിക എന്നാണ്. അങ്ങനെ വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ടും വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്നേഹത്തിൻ്റെ കടപ്പാട് ഞങ്ങളോട് അങ്ങോട്ടും നിർവഹിക്കും. ഒമൻ അക്രമന അക്രംനാഹു, ആരെങ്കിലും ജനങ്ങളെ നമ്മളെ ആദരിച്ചാൽ, നമ്മളെ തന്നെ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതിന് നബി ബഹുവചനാക്കി എന്നാ പറയുന്നത്? ഇങ്ങനെ നമ്മളെന്ന് വെച്ചാൽ നബിനെ. ഞങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ നമ്മൾ അങ്ങോട്ടും ആദരിക്കും.
അപ്പോൾ ഒരാൾക്ക് ഈ ലോകത്തെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര ആദരിക്കാൻ കഴിഞ്ഞോ അതിനനുസരിച്ചുള്ള ആദരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ തരും. ഇതൊക്കെ കൊടുക്കണ സ്ഥലം ഇവിടെ അല്ല, അതിന് മാർക്കറ്റ് അവിടെ എന്ത് ചെയ്യുക, അതിൻ്റെ ആദരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നൽകും. ഒമൻ കാമ ബി ഹക്കിന കുംനാ ബി ഹക്കിഹി, നമ്മളെ കടപ്പാടനുസരിച്ചുകൊണ്ട് ആരെങ്കിലും നിറവേറ്റി, നമ്മളെ കടപ്പാട് ആരെങ്കിലും നിറവേറ്റി അതനുസരിച്ചുകൊണ്ട് നിലനിന്നാൽ നമ്മൾ ഓൻ്റെ കടപ്പാട് നിറവേറ്റും. ഓൻ എന്നോട് ഇങ്ങനെ ചെയ്തോനാ, അതിനെക്കൊണ്ട് ഞാൻ അങ്ങോട്ടും ചെയ്യും. അങ്ങനെ പിന്നെ മഹാത്മാക്കളുടെ ചില സംഭവത്തിലുണ്ട്, അതാണ് അനുഭവം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വപ്നത്തിലൊരാൾ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ തന്നെ മുൻകാലത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ചോദിക്കില്ല, അങ്ങനെ ഖുർആനിലിപ്പോൾ മൗലൂദുണ്ടോ, അല്ലെങ്കിൽ മൗലൂദ് അതാ ഖുർആനിൽ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്നാലും ചില ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി തോന്നി. അങ്ങനെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, അല്ലേ നബി, നിങ്ങളെ മേൽ ഈ മദ്ഹ് ചെയ്യുന്നതിൻ്റെ വിധി എന്താ, നിങ്ങളെ പ്രശംസിച്ച് ഇങ്ങനെ പറയുന്നതിന്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് സ്വപ്നത്തിൽ പറഞ്ഞു, മം ഫരിഹ ബിന ഫരിഹ്ന ബിഹി, നമ്മളെ കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചാൽ ഓൽക്കൊണ്ട് നമ്മളും സന്തോഷിക്കും. മൗലിദ് ഓതാന്നപ്പോൾ അല്ലേ, മൗലിദ് ഓതാന്ന് പറഞ്ഞാൽ അന്നബി ജനിച്ചേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ ഒക്കെ സലാത്തിലാണ്. എന്നോട് വിട്ടുപോയാലും നിങ്ങളോട് വിടണ്ട. അപ്പോൾ അവരെക്കുറിച്ച് പറയുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അതിൽ നമുക്ക് അഭിമാനം സന്തോഷം ഉണ്ടായാൽ നമ്മളെ കൊണ്ട് ആരും അഭിമാനിക്കും, സന്തോഷിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സന്തോഷിക്കണം. അതിപ്പോൾ അതിനല്ല ഇപ്പോൾ മൗലിദ് നല്ലത്. അതിപ്പോൾ ചിലത് മലയാളത്തിലുണ്ടാവും, ചിലത് അറബിയിലുണ്ടാവും, അല്ലെങ്കിൽ പല ട്യൂണിലുണ്ടാവും, പല ശൈലിയിലുണ്ടാവും. എങ്ങനെയായാലും വേണ്ടിയില്ല. ഇപ്പം എന്താ നമുക്ക് അതിലുള്ള സന്തോഷമാണ് ഇത്, അവർ വന്നതിലും അവർ ജനിച്ചതിലും അവർ ജീവിച്ചതിലും അവർ ചെയ്തതിലുള്ളതായ ആ സന്തോഷമാണ് നമ്മളെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പ്രകടിപ്പിച്ചാൽ നമ്മളെ കൊണ്ട് നബിക്കും സന്തോഷമാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. അപ്പോൾ അതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അതിനൊന്ന് രണ്ട് അനുഭവങ്ങൾ പറയും. അപ്പോൾ വിത്തിയ എന്ന് പറഞ്ഞ പഴയ കാലത്തൊക്കെ വിത്തിർ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലിയിൽ വിത്തിരിയ എന്ന് പറഞ്ഞൊരു പദ്യം, അതെന്താ ഒറ്റയായിട്ട് ഉണ്ടാക്കപ്പെട്ടു. അതുകൊണ്ട് അതിന് വിത്തിര അല്ല, വിത്തിർ നിസ്കാരമായിട്ട് ഇനി 12 ആയിട്ടൊന്നുമില്ല. ആരും അതിൻ്റെ ശേഷം കൊടുത്തയക്കും. ഇനി എന്ന് ചെല്ലിയാലും ശ്രേഷ്ഠത ഉണ്ടാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് ആയതുകൊണ്ട് എപ്പോൾ എങ്ങനെ ചെല്ലിയാലും അള്ളാഹ്ക്ക് അതിന് തടസ്സമൊന്നുമില്ല, വലിയ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് അള്ളാഹിനെ മദ്ഹ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടമാണ് എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ സ്നേഹിക്കുന്നു പോയത്തിനോ. അതല്ല നിങ്ങൾ നോക്കി, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളയും അള്ളാഹിൻ്റെ മലക്കുകളും ആ നബീൻ്റെ മേൽ സലാത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങൾ സലാത്തും സലാമും ചെല്ലണം. അപ്പോൾ നേരച്ച് അള്ളാഹിനെക്കുറിച്ച് സ്മരിക്കുന്നിടത്ത് പറഞ്ഞാൽ അങ്ങനെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അധികരിച്ച് എന്നെ സ്മരിക്കണമെന്ന് പറയണം. അതായത് മലക്കുകളും ഞാനൊക്കെ എന്ത് എന്നെ സ്മരിക്കുന്നുണ്ട്, നിങ്ങളും കൂടണമെന്ന് പറഞ്ഞില്ല. അതിന് പ്രത്യേക ഒരു ശൈലിയാണ് ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീറിൽ പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ യതബറക്കുന്ന മലക്കളൊക്കെ ബർക്കത്തെടുക്കുന്നത് റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ട്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ യുസ്നൂൻ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുന്നു എന്നാണ് മൂപ്പര തഫ്സീർ യുസല്ലൂനാണ്. അപ്പോൾ അതിന് ധാരാളം അർത്ഥങ്ങൾ ഇനിയുണ്ട്. മൗലൂദും എല്ലാവരും പെട്ടു. ഏതായാലും ആട്ടെ, ഈ വിത്തിരി ഉണ്ടാക്കിയ മഹാനും മൂപ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഉണ്ടാക്കി. ഒരു ഭാഗം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മൂപ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. നേരിട്ട് നബി ഇങ്ങനെ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആ ഭാഗം കൂട്ടാഞ്ഞെന്ന് ചോദിച്ചു. ഏത് ഭാഗം? മൂപ്പർ കുറേ ഭാഗം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീറാജിന് പോയ ആ ഭാഗം ഉണ്ടാക്കി, അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഏറ്റിക്കൊണ്ടുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിൽ വേറെ കുറച്ചുകൂടി കൂട്ടണം. അതെന്താ? എന്നെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം പോയി ബഹറുൻ നൂർ എന്നറിയുന്ന പ്രകാശ സമുദ്രത്തിൻ്റെ അടുത്തെത്തി. അതുവരെ എനിക്ക് തോണായിട്ട് ആരുണ്ട്, പരിചയമില്ലാത്തൊരു ലോകത്തേക്കാണ് പോണത് ജിബ്രീലിൻ്റെ തോണക്ക്. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞ്, ഇനി ഞാനില്ലേ നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. ഇങ്ങനെ ഉണ്ട് ഒരാൾ വിട്ടുപോലും, കാര്യമായിട്ട് പരിചയമില്ലാത്തൊക്കെ എത്തുമ്പോൾ എല്ലാം ആൾ വേണ്ടിയത്, ഇത് ഇവിടെ നിങ്ങൾ പോണത്. അപ്പോൾ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം, ഓരോരുത്തർക്ക് ഞങ്ങൾപ്പെട്ട ഓരോരുത്തർക്കും ഒരു നിശ്ചിത സ്ഥാനമുണ്ട്, അവിടെ വിട്ടെടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഉള്ളതാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ പറയാൻ അതിരുള്ളൂ. അങ്ങനെ മൂപ്പർ അപ്പം അങ്ങനെ മൂപ്പർ പറഞ്ഞ മറുപടി ആ ഭാഗം തൈ കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ നബിനെ പറ്റി പുകഴ്ത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി എത്ര തൃപ്തി ഉണ്ട് എന്നുള്ള അതിന് മനസ്സിലാക്കണം. അങ്ങനെ ഇതൊക്കെ എഴുതി ആ കൂട്ടത്തിൽ ജിബ്രീൽ നിന്ന് പേടിയായി എൻ്റെ ഒപ്പം പോരാൻ. അവിടെ കിടക്കാൻ നമുക്ക് അനുമതിയില്ല, ആർക്ക് നിങ്ങൾ പോയിക്കോളി, അള്ള എന്നോട് പറഞ്ഞില്ല, ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്നെ പോകാം, അവിടെ നാകട്ടെ ഞങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇതിലൊക്കെ കൊടുത്തല്ലോ, മലാ കൽബുഹു റോബൻ ഫനാദ മുഹമ്മദ. മൂപ്പർക്ക് പേടിയായി അങ്ങോട്ട് ഇങ്ങനെ കാലെടുത്തേക്കാൻ പേടിയോണ്ട് നിറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, നമുക്ക് അനുമതിയില്ല, ഇവിടെ വരെ വരാനേ അനുമതിയുള്ളൂ. ആ ഭാഗം എന്ത് ചേർക്കാഞ്ഞെന്ന് ചോദിച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വപ്നത്തിൽ കണ്ട് പറഞ്ഞതിന് ശേഷം
എനിക്ക് വേറെ 4 വരി ഓർമ്മ വന്നു, അങ്ങനെ ഞാൻ ബാക്കി കൂടെ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അത് പറയൽ ഇത്രയും ഇഷ്ടം ഉണ്ടായിട്ടല്ലേ അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു നമ്മൾ ചെയ്യുന്ന ബുർദ, ഇമാം ബൂസൂരി തങ്ങളുടെ ഒരു സൈഡ് കുഴഞ്ഞു പോയി എന്നാണ്, പക്ഷവാതം പിടിപെട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി. അപ്പോൾ വേഗം ചോദിക്കും, എനിക്ക് അതിനേക്കാൾ നല്ല ഖുർആൻ ഓതലല്ലേ ഫضലുള്ളത്. ഖുർആൻ ഓതൽ ഫضലാണ്, അപ്പോൾ മരുന്നിനേക്കാൾ നല്ല ചോറല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്, മരുന്ന് കുടിക്കണ്ടേ, ചോറിന് ചോറ് കയറി എന്നതുപോലെ ഓരോന്നുണ്ട്. അപ്പം മൂപ്പരെന്ത് ചെയ്തു, ഈ പക്ഷവാതം വന്ന് പിടിപെട്ടപ്പോൾ ഞാൻ ഈ രോഗത്തുനിന്ന് സോപ്പിടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുമെന്ന് മൂപ്പർ മനസ്സിൽ നിയ്യത്താക്കി. രാത്രി റസൂലുള്ളാഹി സ്വല്ലം വന്നിട്ടെന്താക്കി, ആ ഭാഗം തടയി കൊടുത്ത് നേരം വെളുത്തവർക്ക് സുഖമാകുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തൃപ്തി അതാണ് ആ പറയുന്നത്. അങ്ങനെ ഇനി ഓരോ അനുഭവത്തിലും കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞോളണമെന്നില്ല, ഇങ്ങനെ അറിയാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല, ദുനിയാവിൽ ആരോടും പറയേണ്ടതില്ല. പിന്നെ ഇപ്പോൾ പറയുന്നത് നമ്മൾ ബർക്കത്തെടുക്കാനാണ്. അപ്പോൾ മൗലൂദ് ഓതുന്നു മലയാളത്തിലും പറയുന്നത്, അത് ഇത്രയും പറയാം. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞിട്ട് നമ്മളെ നാവ് നന്നാവുക, നമ്മളും നന്നാവുക, നമ്മളെ സദസ്സും നന്നാവുക, അതിന് വേണ്ടി അപ്പോൾ പറയുന്നത്. അല്ലാണ്ട് നബിനെ അറിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളും പറഞ്ഞറിയിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ ആ ഭാഗം ഞാനത് നിർത്തുക, കുറഞ്ഞ വിഷയം പറഞ്ഞിട്ട്. ആ ബർക്കത്തിന് വേണ്ടി ഈ സംഭവം ഇപ്പോൾ ജന്മസമയത്തും ജനിക്കുന്നതിൻ്റെ എത്രയോ 500 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ മറ്റ് സൃഷ്ടികളില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ 500ഓളം കോടി വർഷം അപ്പുറം പറയുന്നു. ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തആലാൻ്റെ വിശുദ്ധി സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബനാ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്. അങ്ങനെയാണ് മഹത്വം. ജനിക്കുന്ന സമയത്ത് ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ ഭരണകൂടങ്ങളെയും വിവരം അറിയിച്ചു അള്ളാഹു തആല, ഇങ്ങനെ ഒരാൾ വരാൻ പോകുന്നുണ്ട്, ഇനി പരിപാടിയൊന്നും നടക്കൂല. സർവ്വഭൂതവർഗങ്ങൾ, ഈ പിശാച്ചിൻ്റെ ബാധ വരുന്ന ആൾക്കാർ, പിശാച്ചിനെ സേവിക്കുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് പിശാച്ചിലോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് ജനങ്ങളോട് പറയുന്ന അങ്ങനത്തെ ആൾക്കാർ, അങ്ങനെ സേവയുള്ള എല്ലാ ആൾക്കാരെയും സേവ അന്നത്തെ രാത്രി നിന്നുപോയി. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്നത്തെ ദിവസം. ആർക്കും അളകുന്നില്ല, പറയണമില്ല. ഇത് പറയുന്നവർ പിശാച്ചുകൾക്കൊക്കെ എല്ലാവർക്കും മുട്ടി, ഇബിലീസിനെല്ലാവരും തടസ്സം. എല്ലാ നാഷണൽ പെർമിറ്റേന് ഇബിലീസിനൊക്കെ ആകാശത്തൊക്കെ പെട്ടെന്ന് ഒരു രാത്രി പെർമിറ്റൊക്കെ തടയപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താ സംഭവിക്കുന്നുണ്ട് എന്നൊരു ലോകത്തൊരു മാറ്റം വരുന്നുണ്ട് എല്ലാവരും അറിയണം. അതാ അള്ളാഹു തആലാൻ്റെ ഉദ്ദേശം. അതിൽപ്പെട്ട ഒരു സംഭവം, പേർഷ്യൻ ചക്രവർത്തി, അവിടെ പേർഷ്യക്കാരെ ദൈവം ആരാ? അഗ്നിയാണ്. തീയിൻ്റെ പൂജകരാണ് ആര്? മജൂസികൾ എന്ന് പറഞ്ഞത്. 1000 വർഷങ്ങളോളം കടാതെ ഇങ്ങനെ കത്തിച്ച്, ഒല ദൈവമാണ്, ദൈവം മരിച്ചു പോകാൻ പാടില്ലല്ലോ, ആയിക്കോട്ടെ, അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. അതിനായിട്ട് വേലക്കാരെയും മറ്റൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ചെയ്തിരിക്കും. ഒരു സുപ്രഭാതത്തിൽ വെളുക അണിഞ്ഞു വരും. പേർഷ്യയിൽ തന്നെ ഉള്ളതാണ് നമ്മൾ സാവാ തടാകം എന്ന് പറയുന്നത്. പേർഷ്യൻ തന്നെ അന്നേരത്തെ ഇറാൻ 300 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ തടാകം. തടാകം നമ്മൾ ഇവിടുത്തെ ഒരു കുളമല്ലത്, കപ്പലൊക്കെ ഓടിയിരുന്ന 300 കിലോമീറ്ററോളം വിസ്തൃതിയിലുള്ളൊരു സ്ഥലമാണ് തടാകമാണെന്ന് സാവാ തടാകം. ഇന്നത് തരിശ് മണ്ണ. ഒറ്റ നേരം വെളുത്ത് രാവിലെ ആയി നോക്കണ, ഇന്നലെ രാത്രിയുള്ള വെള്ളം നേരം വെളുന്നപ്പം കാണാൻ ഒരു തുള്ളി പോലുമില്ല, വരണ്ടങ്ങ് പോയി. അതെന്തിനാ ഞെട്ടണം? നേരം വെളുക്ക് എന്തോ ഒന്ന് സംഭവിച്ചു ഇവിടെ ദുനിയാവിൽ, അങ്ങനെ എല്ലാവർക്കും അറിയണം. അതേ സമയത്ത് അതിനോട് അടുത്ത വേറൊരു സ്റ്റേറ്റാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, നേരത്തെ ഇറാഖ്. അവിടെയാണ് എന്ത് ചെയ്ത് സമാവാ തടാകം പൊട്ടി ഒഴുകിയെന്ന്. നല്ല തരിശ് ഭൂമിയായി നിൽക്കണ വരഭൂമിയിൽ പെട്ടെന്ന് നേരം വെളുക്കുമ്പോൾക്ക് വലിയൊരു പോയാൽ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതുവരെ പറഞ്ഞതുപോലെ, ഇതുവരെ നടന്നതുപോലെയല്ല, ഇനി ലോകത്തൊരു മാറ്റം വരാനിരിക്കുകയാണ്. അങ്ങനെ അസത്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് ഒന്ന് വിറകമ്പരം കൊണ്ട്. അന്നേരത്തെ ഏറ്റവും വലിയ 2 സാമ്രാജ്യങ്ങളാണ് റോമും പേർഷ്യയും. പേർഷ്യൻ്റെ കൊട്ടാരത്തിൻ്റെ പൂമുഖങ്ങളൊക്കെ ഇടിഞ്ഞു വീണു, നിലം പുലർന്നപ്പോൾ. വിഗ്രഹങ്ങൾ, ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളെല്ലാം നിലം പുലർന്നപ്പോഴേക്കൊക്കെ തലകുത്തിപ്പോയി. അപ്പോൾ മക്കയിൽ തന്നെ ജനങ്ങളെല്ലാവരും ഈ ആഘോഷം നടത്തിയിരുന്നൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പറയൽ വിഗ്രഹത്തിന് കൊല്ലത്തിലേക്ക് കുളിപ്പിച്ച് നന്നാക്കലുണ്ട്, എന്തൊരു പേരുണ്ടായിരുന്നു. വിഗ്രഹങ്ങളെ ഒരു കൊല്ലം മുഴുവൻ ആരാധിച്ചിട്ട് ഇനി അടുത്ത കൊല്ലത്തിൽ പുനഃപ്രതിഷ്ഠ. അങ്ങനെ
പുനഃപ്രതിഷ്ഠ. അപ്പോൾ ഒരു കൊല്ലം വരെ അതിനെ ആരാധിച്ച് ഇതരെ അഴുക്കൊക്കെ ആയിട്ടുണ്ട്, അതിനെ കേക്കിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്നുകിൽ അത് വെക്കുമല്ലേ അത് മാറ്റിയിട്ട് വേറൊന്ന് ആ സാധനത്തെ എടുത്ത് വെക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെ അതിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടും ഇതിൻ്റെ ഉത്സവത്തിന്. അങ്ങനെ മക്കയിൽ എല്ലാവരും കൂടെ വന്ന് കൂടി വെക്കുന്ന സമയത്ത് ഈ വിഗ്രഹം അങ്ങനെ വീണെടുക്കുക, എങ്ങനെ പിടിച്ച് കുത്തനെ വെച്ചിട്ട് നമുക്കില്ല, പിന്നെയും വീണ് പോവുക. അതിൽ പോലും ഒരു മനോവേദന, ഒരു ഇതുണ്ടാവും, മാനക്കേട്, മാനഹാനി ഉണ്ടാവും. കാരണം ജനങ്ങളെല്ലാവരും കൂടി ആരാധിക്കാൻ വന്ന് നോക്കിയെടുത്ത് തല കീയായി മറിഞ്ഞു കൊണ്ടെടുക്കുക. അപ്പോൾ ഒരു കവി ചൊല്ലിയതാ, നമ്മൾ മുമ്പ് ചൊല്ലി മൗലിദിലൊക്കെ അല്ലേ, ലോകത്തുള്ള പ്രധാനികളായ ആൾക്കാരൊക്കെ എൻ്റെ അടുക്കൽ എൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ വിഗ്രഹമേ തനക്കസ്തമഖ്ലൂബം ഫമാദാക കുല്ലന ഫമിൻ ഹുസ്നിന ഖദ്ദറത്തിൽ ലീറു ബിസ്സുഅബി. ഇതിന് മുമ്പെന്താ അത് കഴിഞ്ഞ് പിന്നെ തനക്കസ്തമഖ്ലൂബൻ ഫമാദാക കുല്ലന. ഇനി എന്താ ഈ തലകീയ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്, എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞുണ്ടോ? എന്നിട്ട് ഫമിൻ ഹുസ്നിന ഖദ്ദറത്തിൽ ലീറു ബിസ്സുഅബി. നീ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ജനങ്ങളൊക്കെ അതാ കണ്ണുനീര് പോയിക്കുക, മേഘം പോലെ നരവൊളിക്കുകയാണ്. വല്ല തെറ്റും ഞങ്ങൾ എന്നോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ തലയായി മറിയുന്നതെങ്കിൽ ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോളാം, ഈ തൽക്കാലം ഞങ്ങളെ മാനക്കേട് കാക്കാമെന്ന് എണീറ്റിക്കണം എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളെ തെറ്റുകൊണ്ടല്ല, എന്നേക്കാൾ വലിയൊരു ദൈവം എന്നെ ആക്രമിച്ചിട്ട് ഇനി തോറ്റുപോയതാണെങ്കിൽ ഇനി ഞങ്ങളെ ദൈവോട്ടല്ല. ഇതൊക്കെ അയാൾ ഇങ്ങനെ പറയുകയാണെന്ത് ഇത് ഈ വിഗ്രഹത്തിനോട്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, ഒരശരീ തറദ്ദാലി മൗലൂദിൻ നളാത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനൽ റഅബി. ഞാൻ നിങ്ങളെ തെറ്റുകൊണ്ടൊന്നുമല്ല. ഇന്നലെ രാത്രി പുലർച്ചെ ഒരു കുട്ടി ജനിച്ചു വീണു. ആ കുട്ടിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ തലകീയായി മറിഞ്ഞത്. അള്ളാഹത്ത് ബിനൂരിഹി, ആ കുട്ടിൻ്റെ പ്രകാശം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം ഇത് പ്രകാശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടി ഇന്നലെ സുബിയോടുകൂടെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ വീഴാനുള്ള കാരണം. മനാറു ജമീൽ ഫുർസി ഖദ് ഖാമദത് ലഹു വഖദ് ബാത ഷാഹുൽ ഫുർസി ഫീ അഅ്ളമിൽ കർബി. ഇതിൻ്റെ ഈ കാര്യം മാത്രമല്ല, പേർഷ്യക്കാർ 1000 വർഷങ്ങളോളം ആരാധിച്ചു കൊണ്ടിരുന്ന കടാതെ കത്തിച്ചുകൊണ്ട് തീ ഇന്നലെ രാത്രി പൊലിഞ്ഞു പോയിക്കുന്നു. ഒക്കത് ബാത്ത ഷാഹുൽ ഫുർഷി, പേർഷ്യൻ ചക്രവർത്തി അതീവ ദുഃഖിതനായിട്ടാണ് നേരം പുലർന്നത്. അതുകൊണ്ട് കുസൈ സമൂഹമേ തന്നെ അന്നത്തെ അറബികളെല്ലാം മൊത്തം കുസൈ എന്ന പിതാവിൻ്റെ സന്താന പരമ്പരയിൽ വരും. കുസൈ സമൂഹമേ നിങ്ങളെന്ത് ചെയ്തോളി, ഇനി ആ കുട്ടി കൊണ്ടുവരും, നിങ്ങൾ ഈ വൈകേടുന്ന് ഇന്ന ആരാധിക്കുന്ന വൈകേട് നിങ്ങൾ മാറിക്കോളി, എന്നിട്ട് ആ കുട്ടി കൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്ത് നിങ്ങളെല്ലാവരും തിരിച്ചു വരികയും ചെയ്തോളി എന്നെന്ത് ചെയ്ത് പറഞ്ഞു എന്നാണ്. ഇതൊരു സംഭവമല്ല, ഇങ്ങനത്തെ ആയിരക്കണക്കിന് സംഭവം നമ്മളെ ഈ സദസ്സും നേരം ഉൾക്കൊള്ളും പറഞ്ഞാൽ തീരില്ല. അങ്ങനത്തെ സംഭവങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മളെ മൗലിദിലൊക്കെ പറയുന്നത്. ഇപ്പോൾ അത് അറബിയിലാന്നേ ഉള്ളൂ, അതിൻ്റെ മലയാളമാണ് ഇപ്പോൾ പറഞ്ഞത്. റായറാബി ഒരു ഉടുമ്പിനെ വേട്ടാടി പിടിച്ച് മുണ്ടിലിങ്ങനെ ഇട്ട് കൊണ്ടുപോകുക. ആ കൊണ്ടുപോകുന്ന സമയത്താണ് പിന്നെ പോണ ഒരാളും കൊണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി എന്തോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ചെന്ന് നോക്കണ ഇയാൾ പുതിയ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
പുതിയ മതം പറയുക പല മതമൊക്കെ പേച്ചാൽ. അപ്പോൾ എനിക്ക് അതിനെ കൊല്ലാൻ ദേഷ്യമുണ്ട്. ഇയാളെ ഭാഷയിൽ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന കാര്യം എന്താണെന്ന് പറഞ്ഞൊക്കെ കാര്യം എന്ത് പറഞ്ഞാലും വേണ്ടി ഞാനിപ്പം വേട്ടയാടിക്കണ ഉടുമ്പുണ്ട്, ഇത് ഉടുമ്പ് പച്ചയെ തുറന്ന് പറയുകയാണോ നബി? അന്ന് ഞാൻ സ്വീകരിച്ചോളാം. അപ്പോൾ ചോദിച്ചു ഉടുമ്പേ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പച്ചയിൽ എല്ലാവർക്കും കേൾക്കാം, സദസ്സുള്ളവരൊക്കെ കേൾക്കാം, അന്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാളെ ലോകർക്കെല്ലാവർക്കും നിങ്ങൾ മശറയിൽ വെച്ചുകൊണ്ട് ശഫായത്ത് ചെയ്യും. അങ്ങനത്തെ മുഹമ്മദ് നബിയാണ് നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉടുമ്പ് കരഞ്ഞു. അങ്ങനെ അയാൾ ഒരു മുഅ്മിനാവുകയും ചെയ്യും. ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. പല ആൾക്കാർക്ക് ഓരോരുത്തർക്ക് നമ്മളെ പഴയ കാലത്ത് പുരയിലൊക്കെ ശ്രാമ്പ്യം ഉണ്ടാകും, 2 പേർക്കാർക്ക് 3 പേർക്കാർക്കൊക്കെ നിസ്കരിക്കാൻ. എന്നതുപോലെ പുരയിൽ ഒരു വിഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ ഒരു കുടുംബത്തിന് വിഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിക്ക് ഒന്നുണ്ടാവും, ഒരു പഞ്ചായത്തിനൊന്നുണ്ടാവും. അങ്ങനെ ധാരാളം വിഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസം ഉണ്ടായത്. അപ്പോൾ മഹത്വം നമ്മൾ പറയില്ല, നമ്മൾ ആ വർക്കത്തിന് പറയാമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ ആ മഹത്വത്തിൻ്റെ ഭാഗം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേരാണ്. ലോകർക്ക് കാരുണ്യം. ലോകർക്ക് കാരുണ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നോ ഭൂതത്തിനെന്നോ മൃഗത്തിനോ അങ്ങനെയല്ല, സർവ്വചരാചരങ്ങൾക്കും കാരുണ്യം. അപ്പോൾ ഈ കാരുണ്യം അനുഭവിക്കാത്തവർ ഒരു സൃഷ്ടിയില്ല. സൃഷ്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച എത്രയോ 1000 കൊല്ലം 4000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആൾ ആദം നബി അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാമിനിക്ക് ശഫായത്ത് കിട്ടുന്ന ആരെക്കൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാരണം കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിലൊക്കെ ഇപ്പോൾ അലാ ഇബ്രാഹിമ വലാലി മൂപ്പര് തന്നെ പറയാൻ കാരണം അതിൻ്റെ ഒരു കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സ്വപ്നത്തിൽ കണ്ടു. എന്ത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മഹത്വവും അള്ളാഹിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചു. അപ്പോൾ ചോദിച്ചത് ആരാണ്? പറഞ്ഞാൽ നിങ്ങളുടെ സന്താനങ്ങളിൽ വരാനുള്ള ഒരാളാണ്. അപ്പം മൂപ്പര് ദ്വാരന് മൂപ്പർ ഉമ്മത്തിനും കൂടി ഇന്നേ നല്ലത് അറിയിപ്പിക്കണം എന്നാണ്. ആ നബിൻ്റെ സമുദായത്തിനും കൊണ്ട് ഇന്നെപ്പറ്റി നല്ല കാര്യം, നല്ല പ്രശംസ അത് ചെയ്യിപ്പിക്കണം. അതാണിപ്പോൾ എന്ത് ചെയ്ത് സല്ലി അലാ മുഹമ്മദ് വലാലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വലാലി ഇബ്രാഹിം. ഇബ്രാഹിമിയ സലാത്തുകൾ കൂട്ടത്തിൽ ഏറ്റവും മാത്രമുള്ളൊരു സലാത്താണ്. ഇനി നമ്മൾ ജനങ്ങളുടെ കൂട്ടത്തിലും മൃഗങ്ങളും എല്ലാവരും നമ്മളിതിപ്പോൾ പറയേണ്ടിയില്ല, നമ്മൾ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പം ഒന്ന് പോകേണ്ടില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡൊക്കെ ഇപ്പം എന്ത് ചർച്ച എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാളെങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് ഒരു പൗരൻ. അത് നമ്മളെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഒരു പൊതുവായ ഭരണഘടന എഴുതി വെക്കുകയും അവർ അന്നുള്ള ഏറ്റവും തല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ കൂടി നോക്കുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടേയില്ല. അവർക്ക് എല്ലാ വ്യവസ്ഥകളും ഉണ്ട്, ഇല്ലാത്തവർക്കെല്ലാം ഉണ്ടാക്കേണ്ടുള്ളൂ. അതുകൊണ്ട് മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്കുള്ള വ്യവസ്ഥ ഒന്ന് മാറ്റി വെച്ചിട്ടാണ്. അതിലാരും തൊട്ടിട്ടില്ല, അതിന് തൊടേണ്ട ആവശ്യമില്ല. കാരണം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജൂതമതത്തിലും ആണ് ജനിച്ചത്. പിന്നീട് ക്രിസ്തു മതത്തിലെത്തി, അവസാനം ഇസ്ലാമിലെത്തിയ സുദീർഘ ചരിത്രം അത് പറയുന്നില്ല. ഏതായാലും ആവട്ടെ, ജൂതന്മാർ കളിയാക്കിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ട് സൽമാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല നിങ്ങളെ നബി നിങ്ങളെ കാഷ്ടിക്കിനും പഠിപ്പിക്കണം. ആണ്ട് കാഷ്ടിക്കാൻ എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിക്കും, കാഷ്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കഴുകണമെന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് കഴുകണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മൊത്തം പറഞ്ഞാൽ ഒരു മലമൂത്ര വിസർജനം എങ്ങനെ നടത്തണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം, അതിൻ്റെ ഉച്ഛിഷ്ടം എങ്ങനെ കളയണം, എവിടെ കളയണം, കളഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു വിരിപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെ കിടക്കണം, കടന്ന് എഴുന്നേൽക്കുമ്പോൾ ഉറക്കുന്ന എങ്ങനെ എഴുന്നേൽക്കണം, അങ്ങനെ തൊട്ടിട്ട് കുടിയിൽ തൊട്ട് കൊട്ടാരൊന്നും അല്ല, എന്താണെന്ന് പറയുക, സർവ്വ കാര്യങ്ങൾക്കും വ്യവസ്ഥകൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മതത്തിന് ഇനി വ്യവസ്ഥ ആരും ഉണ്ടാക്കേണ്ടതില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ജീവിച്ചാലും മതി, അതിലിനി ആരും കയറി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ആര് തന്നു, ആരിലൂടെ അപ്പോൾ ഇത് കിട്ടുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ഈ വ്യവസ്ഥകളൊക്കെയും. ലോകത്തിൻ്റെ ഗുരു, അതാ ലോക ഗുരു എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ഏത് വിഷയവും, ഭൗതിക കാര്യവും പഠിപ്പിച്ചു തന്നു, പാരത്രിക കാര്യവും പഠിപ്പിച്ചു തന്നു, എല്ലാ കാര്യവും, ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ഇപ്പം വർഗീയതയും ഭീകരതയൊക്കെ പറയും. ഒന്നിലും ഒരു തെറ്റിലും പെടാത്ത ആൾക്കാരെ വെറുതെ ഭീകരത പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ഒരു റിമാർക്ക് കൊണ്ട് ഉണ്ടാക്കിക്കാണ്, മാർക്കുകൾ. അതോടുകൂടെ പിന്നെ എല്ലാവരും അങ്ങ് എത്തിക്കോളും, ചാനലും പേപ്പറും പത്രമൊക്കെ എത്തും, പിന്നെ ആൾ കേടുന്നു. അങ്ങനെ അപ്പം ദുനിയാൽ അധികം നടക്കുന്നത്. ഭീകരതയ്ക്ക് ഇസ്ലാമിൽ ഇപ്പോൾ യാതൊരു പ്രോത്സാഹനവും ഇല്ല.
എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന്. ഇപ്പോൾ രണ്ടൊരു മുസ്ലിം ഇങ്ങനെ എടുത്ത് നിൽക്കണ ഒരു വിശ്വാസിൻ്റെ മുഖത്ത് ചെറിയൊരു പൊടി ഉണ്ടെങ്കിൽ ഇവനെ എടുത്തു കൊടുക്കണം എന്നാ എല്ലാ പൊടി. ഒരാളെ മുഖത്ത്, എൻ്റെ മുഖത്തുള്ള പൊടി ചിലപ്പോൾ ഞാൻ കാണൂല, കണ്ണാടിൻ്റെ അന്ന് കണ്ണാടിയൊന്നും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ നിങ്ങളിൻ്റെ അടുത്താണെങ്കിലും എല്ലാം ഇങ്ങ് എടുക്കണമെന്നാണ്. എടുത്തിട്ട് എന്നെ കാണിച്ചും തരണം അങ്ങനെ. അല്ല ഞാൻ എന്ത് എനിക്കിത് എന്തിനാ ഇപ്പോൾ എൻ്റെ മുഖത്ത് കൈ വെച്ചത് എനിക്കൊരു ആശങ്ക ഉണ്ടാവും. അത്ര വരെ ഒരാൾക്കെന്ത് വരരുത്, ഒരു പ്രയാസം വരുത്തരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിനെങ്ങനെ ഇതിൽ ഭീകരത ഉണ്ടാകുക? ഒരു പൊടി ഒരാളെ മുഖത്തുണ്ടെങ്കിലും എല്ലാം ഇത് എടുക്കുകയും എടുത്തിട്ട് അവൻ്റെ കണ്ണിൻ്റെ അരച്ച് ഞാൻ ഈനതിന് എൻ്റെ മുഖത്ത് കൈ വെച്ചിന്. ഇതിൻ്റെ അർത്ഥം അത്രയും ഒരു പ്രയാസം ഒരു മുസ്ലിമിന് ഉണ്ടാക്കി തീർക്കരുത്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകരുത്. അപ്പോൾ യഥാർത്ഥ ഈമാൻ്റെ ആൾക്കാരോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുന്നവരോ ഒന്നും ചെയ്യൂല, ഇത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടാവില്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നിടത്ത് അവരുണ്ടാവില്ല. ഇനി അതിൽ ഒരു സമൂഹം എന്നല്ല, ഏതെങ്കിലും മുസ്ലിം എന്ന് മാത്രമല്ല, ഒരു ജീവി, ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു കാലിനെ വളർത്തുകയാണെങ്കിൽ അതിനെ മഴ വെയിൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്, അതിനനുസരിച്ചൊക്കെ എന്തെങ്കിലും നോക്കണമെന്നാണ്. ഭക്ഷണം കൊടുക്കുകയും വേണം, ഭക്ഷണം കൊടുക്കാതെ കെട്ടിടത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇവിടെ ക്ഷീര വ്യവസായങ്ങളൊക്കെ ഉണ്ട്, പാൽ കമ്പനികളൊക്കെ അതൊക്കെ ഇപ്പം എന്ത് ചെയ്യും, പൊടികളും തീറ്റകളും കൊടുത്തു കഴിഞ്ഞാൽ ആ പശുവിനോട് എത്ര ലിറ്റർ കിട്ടും, പൈക്ക് വാങ്ങൽ തന്നെ ഇപ്പം അങ്ങനെ എത്ര ലിറ്ററാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ വാങ്ങുക. അതിൻ്റെ അർത്ഥം അതിനോടുള്ള കൃപല്ല ഇപ്പം നമുക്ക് കൈമന്ന് എന്തെല്ലാം കിട്ടണം ഇങ്ങനെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ഒന്നും വാങ്ങിയില്ല. നബി ലോകത്തുള്ള എല്ലാ പശുക്കൾക്കും പറഞ്ഞിരിക്കണം, അപ്പം എന്തെന്ന് അതിനെ കറക്കണേരോ എൻ്റെ നഖം മുറിക്കണം, കൂർത്ത നഖത്തോടുകൂടി അതിനെ കറക്കരുത്, എന്നെ അതിന് മൂലവേദനാവും. അപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ ആ പശുവിന് ഇപ്പോൾ റഹ്മത്ത് കിട്ടിയ കാലാകാലം വരാൻ പോകുന്ന കറക്കപ്പെടുന്ന ജീവികൾക്കൊക്കെയും പറഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യത്. പാലിങ്ങളെടുത്തുള്ളി, പക്ഷെ എന്ത് ചെയ്യണം, ഇങ്ങനെ കറക്കാവും. വേറെ അതിനോട് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ. അപ്പോൾ ആ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥാളി പറഞ്ഞു. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നു, പൂച്ചനെ കെട്ടിട്ടിട്ട് ഒരു പെണ്ണുണ്ടായി നരകത്തിൽ കടന്നു, നായക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു മോശപ്പെട്ട പെണ്ണ് സ്വർഗത്തിൽ കടന്നു. അത് പഠിപ്പിച്ചപ്പെട്ട. അപ്പോൾ അവിടെ മനുഷ്യനല്ല, അതിരുകളൊന്നുമില്ല ഈ പറഞ്ഞ് പഠിപ്പിച്ചേൻ. ആരെയും ഒരു ജീവിനെയും ചെയ്യരുത്. അപ്പോൾ ഈ പൂച്ചൻ കെട്ടിടാൻ നിരക്കില്ല, അതിനെക്കൊണ്ട് ദ്രോഹം ഉണ്ടായി, തീറ്റയും കൊടുക്കേണ്ടി അത് കൊടുത്തില്ല, അങ്ങനെ വിശന്ന് ചത്തു, അതിനെക്കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ കടന്നു, അള്ളാഹു ശിക്ഷിച്ചു. അതിനെക്കൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത്. ഒരു നായ ദാഹിച്ചു കൊണ്ട് വെള്ളത്തിനുള്ള പരിഹാരമല്ല. അപ്പോൾ ഒരു കിണറിൻ്റെ അടുത്തെത്തി വെള്ളം കണ്ടപ്പോൾ നായക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നായ ഇവിടെ കിടന്നിങ്ങനെ നാവുകൊണ്ട് നക്കണുണ്ട് ആര് പെണ്ണ്. അപ്പോൾ പെണ്ണ് മനസ്സിലാക്കി വെള്ളത്തിന് ദാഹിച്ചിട്ട് അയക്കുന്ന കരുതി ഓളോളെ സോക്സ് ഊരി, ഹുഫ അത് ഊരിയിട്ട് എന്താക്കി തട്ടത്ത് കെട്ടി വെള്ളം മുക്കി നായക്ക് കൊടുത്തു. അത് കാരണമായിട്ട് എന്ത് ചെയ്തു, ഓള് സംഗതിയോള് വ്യഭിചാരി വളരെ മോശപ്പെട്ടോളായി. ഓളെ മോശമൊക്കെ അള്ളാട് പുറത്ത് ഓളെന്ത് ചെയ്ത് അള്ളാഹോട് രക്ഷപ്പെടുത്തി. നമ്മളിപ്പോൾ ഒരാൾക്കെന്തോ ഒരു സൂചിൻ്റെ ഓട്ടം ഉണ്ടോയെന്ന് ആർക്കും അതുണ്ടോയെന്ന് നോക്കിയിട്ട് എടുക്കുകയും അത് ഇങ്ങോട്ട് പെരുപ്പിക്കുകയില്ല. അള്ളാഹു തആലാക്ക് പോയില്ല. എത്രോ ആന പോലത്തെ ചെയ്ത് ചിലപ്പോൾ ചെറിയ ഒന്ന് വേണ്ട, ചിലപ്പോൾ അതിനെക്കൊണ്ട് അല്ല അടുപ്പോട്ടെ എനിക്കിപ്പോൾ കുറവൊന്നും വരാനില്ല, അങ്ങനെ കയറ്റി കഴിയില്ല. ഇങ്ങനെയാണ് മറ്റുള്ള ന്യൂനത നോക്കുന്നതിലല്ല, അത് ഇന്നത്തെ ലോകത്തിപ്പോൾ അതാ ഉണ്ടാകുക. പക്ഷെ അതല്ല വേണ്ടി തിരിച്ച് അത് നോക്കണം. അവനാൻ്റെ ഇത്ര പൊടി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് റെഡിയാക്കണം. എൻ്റെ ഞാൻ നോക്കുക, നിങ്ങൾ നോക്കുക. മറ്റ് അവരെൻ്റെ നോക്കുമ്പോൾ അങ്ങനെയല്ല. അതിപ്പോൾ ചിലപ്പോൾ ഞാൻ അള്ള വിട്ടുകൊടുത്തുക്കണമെങ്കിലോ ഞാൻ അറിഞ്ഞില്ലെങ്കിലോ അല്ല അതിനേക്കാൾ വലിയ എന്തോ അള്ള നന്മ ഓൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായെങ്കിലോ ഇങ്ങനെ കാണണം. നമ്മൾ മറ്റുള്ള ആൾക്കാരെ പറ്റി കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നൊരു കാര്യം, മുഅ്മിനായ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റിബകൾ പലിശ ധാരാളം ഇനത്തിലുണ്ട്. അതിൽപ്പെട്ട താന്ന പലിശ, ഒരു ദിർഹമിൻ്റെ പലിശ ആണെങ്കിൽ 33 വ്യഭിചാരത്തിൻ്റെ സമാനമാണ്. പലിശ പല ഇനുണ്ട്. അപ്പം അതിൽപ്പെട്ടൊരു താന്ന പലിശ ഒരണക്ക് ഒരു ദിർഹമിന് ഒരു നാണയത്തിന് ഒരാൾ പലിശ വാങ്ങുകയാണെങ്കിൽ 33 വ്യഭിചാരം നടത്തുന്നതിന് സമാനമാണ്. ഹദീസാവക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ പലിശകളിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള പലിശ എന്താ? ഒരു മനുഷ്യൻ്റെ അപമാനപ്പെടുത്തുക എന്നുള്ളത്. അഭിമാനത്തിന് ശതം വരുത്താതെ നമ്മൾ പറയും ഓൻ ചിലപ്പോൾ 100-ന് 10 ആൾ നാട്ടിൽ ഇങ്ങനെ പലിശ വാങ്ങുന്ന ആളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒമ്പിച്ച രീതി പറയും. അതേസമയത്ത് ഒരു മൂമിനായ മനുഷ്യനെ പറ്റിയിട്ട് എന്തെങ്കിലും അവനെപ്പറ്റി അപമാനം പറയുന്നതിനോ ഓൻ്റെ ന്യൂനതകൾ പഠിച്ച് അതിന് യാതൊന്നുമില്ലാണ്. ഈ ആദ്യം 100 കോടി പലിശനേക്കാളും വലുപ്പമുണ്ടെന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നാട്ടിലായാലും സ്റ്റേജിലായാലും പാത്തി കളിച്ച് പറഞ്ഞാലൊക്കെ കണക്കാ.
വേറൊരു മൂമിൻ്റെ അഭിമാനത്തിന് ശതം വരുത്താൻ അവൽ ഫാത്തി ആഖിർ ദുആക്കിരുന്ന് നടുവ് കൊടുത്താലും സംഗതി സ്ഥിതി. വേറൊരു ഹദീസിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇതൊക്കെ മനസ്സിലാക്കി വെച്ചെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെത്തി പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ശല്യം ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ അഭിമാനത്തിന് ശതം വരുത്തുകയാണ്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും നിൽക്കും ഓനെ പ്രയാസം വരുത്തൽ കായബം പൊളിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ധൈര്യം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും. ബൈത്തുൽ മഅമൂർ കായബത്തിൻ്റെ അതേ സൂത്രത്തിൽ അവിടെ ഉണ്ട് വേറൊന്ന്, 7 ആകാശത്തിൻ്റെ മുകളിൽ. അത് പൊളിക്കുന്നതിനേക്കാളും ഗൗരവമാണ്. മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാമുള്ള മുഖറബീങ്ങളായ മലക്കുകളെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവമാണ് ഒരു മൂമിൻ എന്ത് ചെയ്യാവും പ്രയാസം വരുത്തുക എന്നുള്ളത്, മാനസികമായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് ആരോ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ചെയ്ത ഹജ്ജിൻ്റെ കണക്കും നോമ്പിന് കണക്കൊന്നും നോക്കണ്ട, സ്കൂൾ ഉണ്ടാക്കി വെച്ചാൽ മതി കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇങ്ങനത്തെ പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അവരൊക്കെ അതുപോലെ തന്നെ ഏറ്റെടുത്ത് നടത്തി. സഹാബത്തൊക്കെ നമുക്ക് അതുപോലെ ഇങ്ങോട്ട് എത്തിച്ചും തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇല്ല, ഇന്ന് സുന്നത്ത് മരിച്ചു. ലഫ്ളുണ്ട്, നമ്മൾ വെള്ളിക്കോലി എന്നൊക്കെ പറയും പോലെ അതിന്മേൽ വെള്ളി ഉണ്ടാവില്ല. ഇന്നതുപോലെ പേര് ഉഷാറായിട്ടുണ്ടാകുമെന്നല്ലാതെ ശരിയാ ചെയ്യാന്നാണ് നിങ്ങൾ വിചാരിച്ചപ്പോൾ നിസ്കാരത്തിൽ ഒളുവിന് 3 വട്ടം കേൾക്കുക എന്ന് പറഞ്ഞാൽ അകന്നല്ല സുന്നത്ത്. ഇതൊക്കെ സുന്നത്ത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 9 വയസ്സിൽ റസൂലുള്ളാഹിൻ്റെ ഖാദിമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാക്കി ഉമ്മ കൊടുത്ത കുട്ടിയാണ്. അപ്പോൾ ഒരിക്കലും മോനോട് പറഞ്ഞാൽ, മോനെ എനിക്ക് രാവിലെയും വൈകുന്നേരവും ആവാൻ കഴിഞ്ഞു, അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു മൂമിനോടും ഒരു വിദേശവും വെറുപ്പില്ല. അന്ന് എനിക്ക് രാവിലെ എനിക്ക് നേരം പുലരാനും ആ രീതി രാത്രി എനിക്ക് കിടക്കാനും കഴിഞ്ഞാൽ പോയി അമ്മീൻ സുന്നത്തി അതെൻ്റെ ശരീരയിൽപ്പെട്ടത്, 5 സുന്നിയാണ്. അതിന് നമ്മൾ സുന്നത്ത് എന്ന് അറിയില്ല. നമ്മൾ സുന്നത്ത് എന്ന് അറിയില്ല, ഇവിടെ ആണിട്ട് പിടിപ്പിച്ചാലൊക്കെ ഇതിനൊക്കെ സുന്നത്ത്, മറ്റേ സുന്നത്ത് അറിയില്ല. ഇതാണ് സുന്നത്ത് എന്നാൽ പോയി അമ്മീൻ, മറ്റേ സുന്നത്തല്ല എന്ന് പറയില്ല. ഇതാണ് ഗൗരവമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ അത് എൻ്റെ ശരീരയിൽപ്പെട്ടതാണ്. അതേ സമയത്ത് നേരത്തെ നമ്മളൊരാളോട് വിദേശത്തിലാണ് രാത്രി കടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നതെങ്കിലോ എൻ്റെ സുന്നത്തിൽപ്പെട്ടല്ല, നേരെ വിദേഹത്തിൽപ്പെട്ടതുമാണ്, ഞാനത് പഠിപ്പിച്ചിട്ടില്ല. ഓനാ മുബ്തദി. റസൂലുള്ളാഹിന്റെ മദ്ഹബ് അപ്പോൾ പറയും, ആ മദ്ഹബ് പ്രകാരം എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇപ്പോൾ ആരും പഠിപ്പിച്ച എൻ്റെ അഭിപ്രായമല്ലേ പറയും. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കാതെ അവിടെ ചെന്നാൽ ആഖിറും ഖറാബായി പോയി. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നബി പഠിപ്പിച്ച് വെച്ചാൽ മരിച്ചു പോയാൽ ഒരു സുന്നത്തെങ്കിലും ഹയാത്താക്കാൻ വേണ്ടി നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചു, ഒരു കാലഘട്ടത്തിൽ സഹാബത്തിനോട് പറഞ്ഞതാ, എന്തെന്ന്, നിൻ്റെ സുന്നത്തൊക്കെ ലോകത്ത് നശിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ സുന്നത്താരെങ്കിലും മുറുകെ പിടിച്ച് ജീവിപ്പിച്ചാൽ 100 രക്തസാക്ഷികളുടെ ഷഹീദിൻ്റെ പ്രതിഫലം. വേറെ ഹദീസിലുണ്ട് 50 സിദ്ദീഖീങ്ങളുടെ പ്രതിഫലം. ആരോടാ പറയുന്നത്? സഹാബത്തിനോട് പറയുക. അപ്പോൾ സഹാബാക്കൾ അല്ല നബി, അത് ഓല കൊടുത്തപ്പെട്ട 50 സിദ്ദീഖ് അല്ലെ ഞങ്ങൾ കൊടുത്ത അല്ല, നിങ്ങളെ കൊടുത്തപ്പെട്ട 50 സിദ്ദീഖിൻ്റെ ഫലം ഓൽപ്പെട്ട ഒരാൾക്കന്ന് കൊടുക്കും. ആ കാലാണിത്. അവരെ കൂട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ബിലാൽ റളിയല്ലാഹു അങ്ങനെ പൊരുതി യാതനകളും കഷ്ടതകളും സഹിച്ച് ഷഹീദായ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ടാണ് ഇപ്പോൾ സുമയ്യ റളിയല്ലാഹു ആദ്യത്തെ ഷഹീദാണ് ഇസ്ലാമിൽ ആദ്യത്തെ പെണ്ണ്. യാസിർ റളിയല്ലാഹു അൻഹു അമ്മാറിൻ്റെ പിതാവ്. ഇങ്ങനെയൊക്കെ ഷഹീദായ 100 രക്തസാക്ഷിൻ്റെ കൂലി ഉണ്ടാവും ഒരാൾക്ക്. ആ കാലഘട്ടമാണ്. എന്താ വെച്ചാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കൊണ്ടുവന്ന ദീനുമായി വന്നപ്പം അന്ന് ബദൽ ഇസ്ലാം വരീബാ, ഇസ്ലാം വിദേശിയായി എന്ന് പറഞ്ഞാൽ ഇതുപാട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുവരെ ഇന്നലെ വരെ അല്ലമീനെ ഇതാട് പറഞ്ഞതോടുകൂടി ഏറാട്ട് തുടങ്ങി പല്ല് പൊട്ടി, തല പൊട്ടി, നാട്ടിൽ നിന്ന് പുറത്ത് അങ്ങനെ വരീബാകുക. ജനങ്ങൾക്ക് അതിനോടൊരു ഇണക്കവുമില്ല, ഒരു പരിചയവുമില്ല. ഇത്രയും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അല്ലമീനായ ചോറിലേക്ക് കൂട്ടാൻ നിറഞ്ഞതുപോലത്തെ ആള് യഥാർത്ഥ സത്യമാണ് പറഞ്ഞതുകൊണ്ട് നേരെ പിറ്റേന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ വരീബായി. അതുപോലെ ഹക്ക് നാട്ടിൽ വരീബാവുന്ന കാലമാണ്. അക്കാലം വന്നാൽ അന്ന് ഇത് ഹയാത്താക്കാൻ ആര് ശ്രമിച്ചെന്നാൽ അക്കാലത്ത് അതേ പ്രയാസം വരും. ഇന്നിപ്പോൾ ഒരാൾ അങ്ങനെയാണ് ജീവിക്കാം. ഓനൊരാളെ എപ്പോഴുള്ളൂ മുസ്ലിം, വേറെന്തോ ഒരാളുണ്ട് പേടാ. 20 കോടി ജനങ്ങളിൽ ഇവനെ ഒരുത്തനെ ഉള്ളൂ എന്ന് വയ്ക്കും. അപ്പോൾ അതോടുകൂടി കിട്ടും. ഇനി അഥവാ ഒരുത്തണ്ടെങ്കിൽ എല്ലാവരും കൂടി എറിഞ്ഞ് കഴിഞ്ഞ് നാശാക്കിയിട്ട് ഓനെ ഇടയിൽ മളയിലാക്കിയിട്ടേ പോലെ അടങ്ങുള്ളൂ.
ആ കാലമാണ് 100 ഷഹീദിൻ്റെ ഫലം ഉണ്ടാകുന്ന കാലം. അതിനെക്കൊണ്ട് ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന കൗല് ഫീല് അമല് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് ഫലം കാണും. ഈ ഷഹീദിൻ്റെ ഫലം ഉണ്ടാവും. അല്ലാണ്ട് എന്താ പറച്ചിലുണ്ട്, നാടോടുമ്പോൾ നാടോടൊപ്പം എല്ലാവരും കൂടി ഓടുക തന്നെ. എന്തിനാ ഓർമ്മല്ല, മുന്നിലുള്ളവരൊക്കെ ഓടുന്നുണ്ട്, ഞങ്ങൾ ഓടുക. അങ്ങനെ ആയാലും ഉണ്ടാവില്ല. അപ്പം ഇന്ന് ചെയ്യേണ്ട സുന്നത്ത് ഒരു തോതിയും വേണം, സ്വലാത്ത് ചെല്ലിയും വേണം, ഒക്കെ ചെയ്യണം, ഇർത്തക്കത്തും ചെല്ലണം, എല്ലാം ചെല്ലിയോളി. പക്ഷെ അതിനാലൊക്കെ പ്രധാനമാണ് ഏത് കാര്യം, പറഞ്ഞ കാര്യം. ഇന്നിപ്പോൾ തല്ലൂട് വേറെ പല കാര്യത്തിനോ നബി മുറുക്കി പിടിക്കാൻ പറഞ്ഞ എന്താ, ഞാൻ എന്താ പോകാനയക്കാം. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ പോയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, 2 കാര്യം ഞാൻ പെടും. ഞാൻ പോയാലും പോണ കാലത്തോളം നിങ്ങൾക്ക് രക്ഷയാണ്, ഞാൻ നിങ്ങളിൽ ഉണ്ടാണ്ട്. ഏതായാലും ഞാൻ പോകും, സമയമാവും. പിന്നെ നിങ്ങൾ 2 കാര്യം ഞാൻ വിട്ടേച്ച് പോകേണ്ട, അത് മുറുക്കി പിടിക്കണം. ഒന്ന് കിതാബുല്ലാഹി ഖുർആൻ, രണ്ടാമത്തെ സുന്നത്തി എൻ്റെ ശരിയ. അതാ മുറുക്കി പിടിക്കാൻ പറഞ്ഞത്. അതിനല്ല ഇപ്പോൾ തർക്കം ഉണ്ടാണ്, അല്ലാത്ത കാര്യത്തിനാണ് തർക്കം വരുന്നത്. ഇനി അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഴല് പോലെ പിൻപറ്റി വിടാതെ കൂടി എന്താണോ ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് ചിന്തിച്ച് മനസ്സിലാക്കി സ്വന്തം നഫ്സ്, മാല്, സമ്പത്ത്, കുടുംബം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആദ്യത്തെ മഹാനാണ് ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി എന്നപ്പം എന്താ? മൂപ്പര് പറഞ്ഞതാണ്. നേരിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ അംഹഖുൽ ദുനൂബി, ദോഷത്തിനെ മായ്ച്ചു കളയുന്നതാണ്, കഴുകി കളയുന്നതാണ്. മിനൽ മായിൽ ബാരിദിൽ നാരി, തീയിൽക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ തീ അങ്ങനെ പൊലിഞ്ഞു പോകും, അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളെ മായ്ച്ചു കളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്. കാരണം എന്താ പറഞ്ഞതിനർത്ഥം? ഒരു സ്വലാത്ത് ചെല്ലിയാൽ ഞാനും മലക്കളും 10 ചെല്ലുമെന്ന് അള്ളാഹു താലയും മലക്കളും പറയുന്നത്. ഇതെല്ലാം കൂടി ചെല്ലി തീരുമ്പോഴേക്കും ഇവൻ സ്വർഗത്ത് കുളിക്കാൻ മാത്രം ഉണ്ടാവും ഒറ്റ സ്വലാത്ത് അള്ള സ്വീകരിക്കുകയാണെങ്കിൽ. അപ്പോൾ കണ്ടപ്പോൾ തീയിലേക്ക് വെള്ളം വയ്ക്കുന്നില്ല, എന്നെ നരകത്തുനിന്ന് അവനെ രക്ഷപ്പെടുത്തിയാൽ ഈ സ്വലാത്ത്. പിന്നെ വാഫ്ലുൽ മിൻ നിത്തക്കിരിക്കാബി, അടിമനെ മോചിപ്പിക്കാന്നുണ്ട് ദീനുൽ ഇസ്ലാമിൽ വലിയ ഫലമുള്ളൊരു കാര്യമാണ്. ഒരടിമന മനുഷ്യനെ വിലക്ക് വിൽക്കപ്പെടുന്ന കാലത്ത് ഓനെ വിലക്ക് വാങ്ങിയിട്ട് സ്വയം തെയ്യം ഓനെ മോചിപ്പിക്കുക, ഓൻ്റെ പാട്ടിന് വിടുക. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അതിനേക്കാളും പ്രധാനമുണ്ട് സ്വലാത്തിനെന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കാരണം എന്താ? ഇതന്നെ സ്വലാത്ത് ഒരാൾ ചെല്ലിയാൽ നരകത്തു നിന്ന് അള്ളാഹുവിനെ മോചിപ്പിക്കും. അപ്പോൾ ഇവിടെ അടിമനെ മോചിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമുണ്ട് സ്വലാത്തിന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി എന്നതാണ് എന്ത്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിനെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതാ മൂപ്പരെ പ്രധാനപ്പെട്ട വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സ്വലാത്ത് അലയ്യ, എൻ്റെ മേൽ സ്വലാത്തില്ലാൻ ആരോടെങ്കിലും മറന്നുപോയാൽ ഫഖദ് ഹത്ത തരീഖുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവന് വഴിച്ചുപോയി. സ്വലാത്ത് എല്ലാം മറന്നുപോയാൽ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് അവന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി എപ്പോൾ ഇരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത് ഭാഗത്ത് ചേർന്നിരിക്കുക അബൂബക്കർ സിദ്ദീഖാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്ന് നമ്മൾ നോക്കി അങ്ങനെ കാണുള്ളൂ. എവിടെ റസൂലുള്ള വരികയാണെങ്കിലും ബിരിയാന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവില്ല. റൂഹിയായിട്ട് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുകയാണ്, കൂടെ വലുതുഭാഗത്ത് ആരേ ഉണ്ടാവുള്ളൂ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നും ഉണ്ടാവും, അന്നും അങ്ങനെ. അപ്പോൾ ഒരിക്കൽ ഒരു അറാബി കയറി വന്നു ഒരു ആൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിൻ്റെ ശേഷം അങ്ങോട്ട് മാറ്റിയിട്ട് നീ ഇതിൻ്റെ ഇടയിലായിട്ട് ഇരുത്തിയ ആളോട് പറയേണ്ടതൊക്കെ പറഞ്ഞ് പോയതിൻ്റെ ശേഷമാണെന്ന് പറഞ്ഞാൽ സിദ്ദീഖിന് വിഷമം ഉണ്ടാവില്ല. എന്നാലും എനിക്കെന്താ വിഷമം ഉണ്ടായോ ഞാനിപ്പോൾ അങ്ങനെ ഇരുത്തിയൽ, എന്നാട്ട് മാറ്റിയിട്ട് നടുവിൽ വരെ ഇരുത്തിയൽ? അല്ല എന്താ നബി എന്നാലും? അപ്പോൾ പറഞ്ഞു, അയാൾ ഒരു സ്വലാത്ത് ചെല്ലൽ അല്ല, അയാൾ ലോകത്ത് എല്ലാവരും കൂടി ചെയ്യുന്ന അമലിന് സമാനമായ ഒരു അമൽ അള്ളാഹിൻ്റെ അടുക്കലേക്ക് അയാൾക്ക് ഉയർത്തപ്പെടുന്ന അങ്ങനത്തെ ഒരാളാണ്. അതെന്താ അയാൾ ചെയ്യുക? അത് അയാളൊരു സ്വലാത്ത് ചെല്ലൽ. ആ സ്വലാത്ത് കൊണ്ട് ഇന്ന് ഭൂമിലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും അമലിൻ്റെ സമാനമായ അമൽ അള്ളാഹു തആലാൻ്റെ ഹദറത്തിലേക്ക് അയാൾക്ക് ഉയർത്തപ്പെടും. അതെന്താണ് അയാൾ ചെല്ലലെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദ് മുഹമ്മദിൻ അതതമൻ സല്ലായി വസല്ലി അലാ മുഹമ്മദിൻ അതതമല്ലം യുസല്ലി അലി. അങ്ങനെ പറഞ്ഞിട്ട് 2-3 വാചകങ്ങളുണ്ട്. നമ്മളെ ഇവിടെയുള്ള ഔറാദു സനിയയിലൊക്കെ ചേർത്തിയിട്ടുണ്ട് ആ സ്വലാത്ത്. 3 വരിയേറ്റേ ഉള്ളൂ. ഇത് ചെല്ലുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്ത് ഇത്രയും സേവനം ചെയ്ത് ഇഷ്ടനായിക്കുന്ന നേലുപോലത്തെ അബൂബക്കർ സിദ്ദീഖിനെ അങ്ങോട്ട് മാറ്റിയിട്ട് എരുത്തും ചെയ്ത് എത്തി. ഇനി ഇതേ പദവി തന്നെ ആക്കുന്ന ആൾ അവിടെ നിന്നാണ്.
എവിടെ? ആ മഹ്ശറ ലോകത്തു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സദ്യ ഉണ്ടാക്കി വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു ഇവർ 4 ആളും ഉൾപ്പെടും. അങ്ങനെ ഒരു അള്ളാഹ്ക്കുള്ള ഇബാദത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ത്വാഅത്തിനെക്കുറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിച്ച്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇന്നമാ ഹുബൈൽ, എനിക്ക് ദുനിയാവുന്ന 3 കാര്യമാണ് ഇഷ്ടം ആ റസൂലല്ലാഹ്. ഒന്ന് ഇൻഫാഖ് മാലിയയിലേക്ക്, എൻ്റെ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ദുനിയാവ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സദ്യ, ഹലാലായൊരു സദ്യ കിട്ടിയപ്പോൾ അത് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ താഴത്തുകളും റസൂലുള്ളാഹിക്ക് ജനങ്ങൾ ചെയ്യേണ്ട താഴത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. ഒന്ന്, എനിക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാന്നുള്ളത്. വൽ ജുലൂസ് ബൈന യദൈക, നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാമെന്ന്. വേറെ ഒരു റിപ്പോർട്ടുള്ളത് നിങ്ങളെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. അതാണ് എനിക്ക് ഏറ്റവും രണ്ടാമത്തെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സോക്കേടായാലും വേഗം സോക്കേടാകെ സിദ്ദീഖിനയിന. പിന്നെ അവിടെ മാറിയെങ്കിലേ ഇവിടെ മാറുള്ളൂ. യഥാർത്ഥ ഹുബ്ബ് അങ്ങനെയാണ്. യഥാർത്ഥ ഹുബ്ബ് ആടെ രോഗം വരുമ്പോൾ തളർച്ച അവിടെ വാദിക്കും, ഇവിടെ വാദിക്കും. അങ്ങനെയായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം ദുനിയാവുന്ന് നിങ്ങളെ മുന്നിലിരിക്കാൻ തന്നെ നിങ്ങളെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതായ ഒരാളാണ് ഇപ്പോൾ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. അതപ്പോൾ ആ പ്രത്യേകത. ആ മുഖത്തേക്ക് നോക്കി ഇരിക്കുന്നതിനിപ്പോൾ എന്തുണ്ട്? അത് ഏറ്റവും വലിയ താഴത്താണെന്നപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവിൽ ഏറ്റവും പിരിയുന്നൊരു താഴത്ത്. അതേ സമയത്ത് അങ്ങനത്തെ ഒരാളോട് നമുക്ക് വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വലാലത്ത് വയ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹിദായത്തിൻ്റെ കേന്ദ്രം. ഇനി അതുപോലെ കാലികമായിട്ടുണ്ടാവും ആൾക്കാർ. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടതായ ഒരാളോട് നമുക്ക് വെറുപ്പ് കൊണ്ടാണ് ഏറ്റവും വലിയൊരു ദലാലത്തേക്ക് വന്ന് നമ്മളിലുണ്ടായത്. അള്ളാഹിൻ്റെ ഏറ്റവും വല്ലഭിന് പാത്രം. അതേ സമയത്ത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ സ്നേഹിച്ചാൽ ചെയ്ത് ഏറ്റവും അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു അമലായി മാറി. ഇതപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് എന്തെന്ന്? നിങ്ങളെ മുമ്പിൽ ഇരിക്കലാണ്. മുമ്പിലിരിക്കാനും നിങ്ങളെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതാണ് എന്ത് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ തന്നെ അല്ല, ഇത് പറയുന്ന നേരം മറ്റാളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ ചെയ്യാതിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം തിരുത്തില്ല. പിന്നെ 3-ാമത്തെ തന്നെ കസറത്ത് സ്വലാത്ത് അലൈക, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ സ്വലാത്ത് ഏറിപ്പോയി എന്ന് ആർക്കും കേസ് അറിയണ്ട. എത്ര ഏറിയാൽ വിധേയത്താവില്ല. കസറത്ത് സ്വലാത്ത് അലൈക, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ആര് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ ഉമ്മത്തിൽ വെച്ച് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹിൻ്റെ റസൂലിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർക്കുള്ള സിഫത്ത് എന്താണെങ്കിൽ ആ സിഫത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിഫത്തുമാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 3 കാര്യമാണ്. അതിഥികൾ വന്നാൽ സൽക്കരിക്കുക, ഉഷ്ണകാലത്ത് നോമ്പ് വെലുക്കുക. ഇവർക്ക് അങ്ങനെ അങ്ങോട്ട് ശക്തി നന്മയിലാക്കി ചെലവഴിക്കുക എന്നുള്ള. വല്ലറബ് വൈര എതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ നിർത്തിയിട്ട് നബിയുടെ മുമ്പിൽ ശത്രുക്കളോട് ഇങ്ങനെ യുദ്ധം ചെയ്യുക. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഓരോരുത്തർ എന്നെണ്ണി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 3 കാര്യം. ഇത്രാമി തലാമി, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. വൈഫ്സാവു സലാമി, എല്ലാവരോടും സലാം പറയുക. വസ്സലാത്ത് ബില്ലൈലി, രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിക്കുക ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെ. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു തങ്ങളെ വീതം പറഞ്ഞു. അതിൽപ്പെട്ട ഒന്ന്, സുഗന്ധം എനിക്കിഷ്ടമാണ്. വജവലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാത്തി, നിസ്കാരത്തിൽ എൻ്റെ കണ്ണ് കുളിർമയാണ്. നിസ്കാരത്തിന് നിസ്കരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നിസ്കാരം കൊണ്ട് സന്തോഷമെന്നല്ല, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് റബ്ബ് അള്ളാഹു തആലയായിട്ടുള്ള കൂടുതലുള്ള സാമീപ്യങ്ങളും ആനന്ദങ്ങളും കിട്ടുന്നത്. അപ്പോൾ ജിബ്രീൽ ഇറങ്ങി വന്ന്, ഞാൻ കൂടുണ്ട്, എനിക്കുണ്ട് ദുനിയാവിന് 3 കാര്യം. ഒന്ന്, തബ്ലീഗ് റിസാലത്തി, അള്ളാഹ് എന്തെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വാദാവുൽ അമാനത്തി, അള്ളാഹു എന്തെങ്കിലും വിശ്വസിച്ച് അള്ളാഹു തആല എൻ്റെ കാൽവേലുകൾ ഏൽപ്പിച്ചാൽ അത് ആ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. വഴിയാദത്തുൽ മർള, രോഗിയെ സന്ദർശിക്കുക. ഈ 3 കാര്യം എനിക്ക് ഇഷ്ടം. ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാം.
അത് പറഞ്ഞുകൊണ്ട് ജിബിരിയിൽ പോയി. പിന്നെയും പെട്ടെന്ന് ജിബിരിയിൽ വന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോ അള്ളയും പറഞ്ഞു 3 കാര്യം എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാകുമല്ലോ. അതുപോലെ തമ്മിലുള്ള പന്താക്കാണ് കരണ്ട്. ഇവർ 4 5 പറഞ്ഞപ്പോൾക്ക് ജിബിരിയിലാണെന്ന് വന്ന്. അങ്ങനെ ജിബിരിയിൽ പറഞ്ഞപ്പോൾക്ക് പിന്നെന്താ ഇനി അള്ളാഹു താല പറയാണ് വാന ഹുബിബേലിയ മീൻ ദുന്യ. അള്ളാഹു പറയും എനിക്ക് 3 കാര്യം ഇഷ്ടമാണ് ദുന്യാവെന്ന്. ദുന്യാവ് എനിക്കിഷ്ടമല്ല, അത് സൃഷ്ടിച്ചത് കാലം മുതൽക്ക് അള്ളാഹ് അതിലേക്ക് നോക്കില്ല, അങ്ങനെയൊക്കെ. പിന്നെ ആ ദുന്യാവിൽ നിന്ന് എനിക്ക് ഇഷ്ടം 3 ഒന്ന് ലിസാനും ദാക്കിറും, അള്ളാഹിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവ്, ദിക്ർ ഇങ്ങനെ ചെല്ലണ നാവ്. അന്ന് വലിയ കേസുള്ള കാര്യമാണ്, അത് ചൊല്ലിപ്പോർന്നാ പറയുക. അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം ലിസാനും ദാക്കിറുൻ, സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവ്, അതാണ് ദുന്യാവ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്ന ആളുണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനി മൂപ്പർക്ക് മൂപ്പരെ ഇബ്രാഹിം നബി ഇസ്ലാമിന് തുല്യ ചില സ്വഭാവത്തിൽ. കാരണം ഇബ്രാഹിം നബി ഇസ്ലാമിന് തീയിലിട്ടിട്ട് തീ തൊട്ടിയില്ല എന്നതുപോലെ മറ്റേ നബിയാന്ന് വാദിച്ചു വന്ന് അസ്വദുൽ അൻസി എന്ന് പറഞ്ഞ ആൾ, അയാൾ പറഞ്ഞ് സിറിയലാ സംഭവം, ഞാൻ നബിയാന്ന് ഞാൻ വിശ്വസിക്കില്ല ഇനി നബിയാന്ന്. തീയിലിട്ടോന്ന് പറയും. തീയിലിട്ട് നോക്കി തീ തോൽക്കാന്നല്ലാതെ മൂപ്പര് ഒരു രോമം കൂടി കത്തിയില്ല, പൊള്ളിയൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ നാട്ടുകാർ പറഞ്ഞു ഇനി വേഗം ഇയാളെ നമ്മൾ പുറത്താക്കണം, കാരണം ഇയാളെ നിലക്ക് തീയിട്ടിട്ട് ഇയാൾക്ക് തീച്ചൂട് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ നബിയാന്ന് ആരും വിശ്വസിക്കില്ല. അങ്ങനെ പിന്നെ മൂപ്പരൻ തീര് സിറിയെന്ന് പുറത്താക്കി. അങ്ങനത്തെ ആളാണ് ആര്? അബൂ മുസ്ലിമുൽ ഖൗലാനി. ഈ അബൂ മുസ്ലിമുൽ ഖൗലാനിൻ്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, സ്കരിക്കാൻ നിന്നാൽ പേര് നിലവിളിക്കും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ നിലവിളിക്കുന്നത്, നിങ്ങൾ നിലവിളിക്കൊണ്ട് നമ്മളെല്ലാവരും ഇക്കാലം സ്വീപ്പാണ്. അത് എനിക്കറിയില്ല, എനിക്ക് നിലവിളിച്ചില്ല ഈ സമാധാനം കിട്ടൂല. ഒരാട് നിലവിളിച്ച് പോയാൽ എനിക്ക് എൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടും. എന്നോട് വേറും പറഞ്ഞിട്ട് കാര്യമല്ല, എൻ്റെ സ്വഭാവം അങ്ങനെ. പിന്നെ ഇങ്ങനെ ദിക്ർ ഇങ്ങനെ ചുണ്ടാൻ എനിക്ക് ദിക്ർ ചെല്ലുന്നത് കണ്ടോ അവന് ഭ്രാന്താന്ന്. അല്ല ഭ്രാന്തല്ല, ഇത് ഭ്രാന്തിൻ്റെ മരുന്നാന്നറിയും. ഭ്രാന്ത് മറ്റേതായി അള്ളാനെ മറക്കലാ ഭ്രാന്ത്. കാരണം അള്ളാനെ ഓർക്കാനാണ് അള്ളാഹ് നമ്മൾ സൃഷ്ടിച്ചത്. അപ്പം അതിന് മുപ്പര് മറുപടി ഇത് ഭ്രാന്തല്ല, ഇത് ഭ്രാന്തിൻ്റെ മരുന്നാണെന്ന് പറയും. അപ്പോൾ അതാണ് ലിസാനും ദാക്കിറുൻ, അള്ളാഹിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവ്. ഇതാണ് ഈ ദുന്യാവിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. 1. രണ്ടാമത്തെ കൽബുൻ ഷാക്കിറും, നന്ദിയുള്ള ഹൃദയം. നമുക്ക് ആരും എനിക്ക് തീരെ ഉണ്ടാവില്ല, അതുപോലെ കൈകൊണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെ പറയാമല്ലോ. എങ്കിലിപ്പോൾ എനിക്ക് പറയാൻ പറ്റൂല. നമ്മൾ വിചാരിക്കും ഞാൻ ഷക്കൂറാന്ന് വിചാരിക്കും, ഞാൻ ഷക്കൂറല്ല. തന്നൊന്നിനും നമുക്ക് നന്ദിയില്ല. അങ്ങനെ ഒരു ചിന്തിക്കാൻ പറയാട്ടോ, ഇത് വിമർശിക്കാനല്ല പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നും എൻ്റെ കാലിന് തരിപ്പുണ്ട്, നല്ലോണം കാല് ചൂടായിട്ട്. അപ്പോൾ ഇങ്ങനെ കസലൊക്കെ വെച്ച് വിചാരിക്കുന്നത് പവറിന് വേണ്ടി വെച്ചതല്ല, കാല് കാണിയൊക്കെ വെച്ച് അടക്ക തട്ടുമ്പോഴേക്ക് മരിച്ചു പോകും, പിന്നെ ഇവിടെ ഇരിക്കാൻ കഴിയൂല. അപ്പോൾ എനിക്ക് തോന്നും എന്തൊരു സോക്കട അപ്പം എനിക്ക് അല്ല തന്നത്. ഇവരൊക്കെ നാല് ഷാറിൽ നടക്കണം, അല്ല മസിൽ പവർ പോയിട്ട് എന്ന് തോന്നുമ്പോൾ എനിക്ക് ശുക്രില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ കാഷ്വാലിറ്റിയിലൊന്ന് പോകണം, മെഡിക്കൽ കോളേജിൽ. അന്നേരം അരക്കാലില്ലാത്തവർ, മുക്കാക്കാലില്ലാത്തവർ, മുഴുവൻ കാലില്ലാത്തവർ, അങ്ങനെ എല്ലാ അസ്ഥിയും പൊട്ടിക്കിടക്കണ പോലെ ഇങ്ങനെ പാട് നോക്കുമ്പോൾ എനിക്കാണല്ല ശുക്ർ എല്ലാ നിയമത്തും തന്നതെന്ന് എനിക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിന് ടെൻഷൻ, ഇതെന്താ അള്ളപ്പം ഇങ്ങനെ പൊറുതിയേട് തരുന്നത്, എൻ്റെ കാര്യം ഒന്നും അള്ള അറിയില്ല, ഞാൻ എന്തെല്ലാം പറയുന്നു പഠിച്ചവനോട് എന്തോരം ഞാൻ. അപ്പോൾ ചില ആൾക്കാരെന്ന് എന്നോട് തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഈ പഠിച്ചവനാണല്ലോ ചെയ്തു കൂട്ടണമെന്ന് വിചാരിച്ചിരിക്കും, സഹിക്കാൻ ചിരിച്ചും പോവും. അത് മൂപ്പര് ഇൽമാ പറയുന്നത്. അത്രയും കടുത്ത ദുർവാണ് അല്ല ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞ മേന. നേരെ പോയിട്ട് കുതിരട്ടത്ത് വന്ന് പോയി നോക്കിയാൽ പോരെ. പല പോയി ഓൽക്കാവ് കുതിരട്ടും അറിയണ്ടാവില്ല, എന്നിട്ടാണ് അതിനാ അറിവും വേണം എല്ലാ കാര്യത്തിലും. കുതിരട്ടത്ത് ഒരു ദിവസം പോയി നോക്കിപ്പോൾ എന്തെല്ലാം കളിക്കുന്നവരുണ്ടാവും അവിടെ. 55 വയസ്സുള്ളവർ, 60 ഉള്ളവർ, 70 ഉള്ളവർ, മുലിയാർ, തങ്ങൾ, വിഹി എല്ലാവരും ഉണ്ടാവും. ഓലൊക്കെ ഗുളിയേലും ചങ്ങലയിൽ നിൽക്കുക. ഇത് കണ്ടാൽ എനിക്കൊരു ടെൻഷനും ഇല്ല, അള്ള എന്നാണ് ഏറ്റവും നന്നാക്കി വെച്ചതെന്ന് തോന്നും. അങ്ങനെ ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മളങ്ങനെ ചിന്തിച്ചാൽ ശുക്ർ ഇങ്ങനെ ഉണ്ടാവണം. പക്ഷേ നമ്മൾ ആരേലും നേരത്തെ ഇങ്ങോട്ട് എണീക്കുമ്പോൾ തന്നെ കടിച്ചിലെടുത്തിട്ട് എണീക്കാനാകില്ല, പൊന്താനാകില്ല, ഇതും വേണ്ടിയൊന്നും നോക്കി ചെയ്യില്ല എന്നുള്ള ആ പരാതിയിൽ അങ്ങോട്ട് എണീക്കുന്നത്. ഇനി അങ്ങനെ ആയിപ്പോൾ തന്നെ ആയിരിക്കും അവസാനിപ്പിക്കും. ചിലപ്പോൾ കച്ചവടക്കാരായിരിക്കും, മറ്റേ കച്ചവടം പീടിയിൽ നിന്ന് ആൾ വളരെ കുറവാണ്, മറ്റേടത്ത് നല്ല കച്ചവടമാണ്. ഞാൻ ഇന്നലെ ഉലിയാർക്ക് ചെലവ് കൊടുത്തു, പഠിച്ചവൻ കണ്ണു ഉറക്കില്ല. ഇങ്ങനെ ഈ രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. അല്ലെ വണ്ടി ഓട്ടുന്നവരുണ്ടാവും, അല്ലെ മറ്റുള്ളവരുണ്ടാവും, ഡ്രൈവർമാരുണ്ടാവും, ഓരോരുത്തരും ഓരോ വിഷയം. അപ്പോൾ അത് ഓരോന്നിൻ്റെയും അതിൻ്റെ അങ്ങ് ചിന്തിച്ച് നോക്കിയാൽ അള്ള ചെയ്യുന്നതൊക്കെ ഈ നിയമത്തുകളാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞ അങ്ങനെ ഉദബ്ബിറു ഹൽക്കി, എൻ്റെ വടപ്പുകളെ ഞാൻ നിയന്ത്രിക്കുമ്പോൾ കുലൂബിഹി, എനിക്ക് ഓലെ ഹൃദയം അറിയാം, അതിനനുസരിച്ചാണ് ഞാൻ ഓലെ നിയന്ത്രിക്കുക.
അപ്പോൾ അതിനോട് നിങ്ങളാരും എന്നെ പഠിപ്പിക്കരുത്. അള്ള പറയുക അടിമ നമ്മളോട് ഇങ്ങനെ നമ്മൾ പറയലിപ്പോൾ അങ്ങനെയല്ലോ. അപ്പോൾ നിങ്ങൾ എന്നോട് ദ്വാരക്കാൻ പറയുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് തിരുപ്പതിയാണെങ്കിൽ പഠിച്ചവനെ അവൻ്റെ കച്ചവടത്തിൽ ലാഭം കൊടുക്കണം, നല്ല ലാഭം കൊടുക്കണം, മറ്റേ ഇന്ന് തന്നെ വിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ കുട്ടിനെ അന്ന് തന്നെ കെട്ടിച്ച് കൊടുക്കണം, ഓൻ്റെ ഇന്ന് തന്നെ ഉദയണ്ടന് കൊടുക്കണം, അങ്ങനെ പറഞ്ഞ് ഞാൻ കൂടി ദ്വാരണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും തിരുപ്പതിയാവുള്ള കാര്യം. പക്ഷെ അതൊന്നും ശരിക്കും അള്ളാൻ്റെ വ്യവസ്ഥയില്ല. അത് ഓരോരുത്തർക്ക് കൊടുക്കേണ്ടതുപോലെ അള്ള കൊടുക്കുന്ന അവിടെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ദ്വാരക്കുമ്പോൾ അള്ള പറയുകയാണ് ബനിയാതെ മനുഷ്യ ഇനി എന്നെ പഠിപ്പിക്കരുത്, അന്നുണ്ടാക്കിയ ഞാനല്ല, എനിക്കറിഞ്ഞൂടെ, എൻ്റെ അമ്മേൻ്റെ പള്ളിയിൽ നിനക്കാരെ തിന്നാൻ തന്ന് അന്ന് ഇനി പറഞ്ഞു തന്നിട്ടല്ലേ ഇത് വേർന്നിട്ടായി. അപ്പോൾ എനിക്കറിയാം ഇനി ഞാൻ ഓരോരുത്തരും പെരുമാറേണ്ടതുപോലെ ഓൻ്റെ കൽബിൻ്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് ഞാൻ ഓനോട് പെരുമാറും. ഓനാ സോക്കേടാന്നല്ലേ ഓന് നോക്കുള്ളൂ, ഓന് ദാരിദ്ര്യമെന്നല്ലേ ഓനത് കൊടുക്കും, മറ്റോന് ഐശ്വര്യം എന്നാൽ ഓൻ ഐശ്വര്യം കൊടുക്കും. ഓൻ്റെ വിജയവും നാളത്തെ ഗുണവും എങ്ങനെ ഉണ്ടാകുക അതിനനുസരിച്ച് കൊണ്ടാണ് ഞാൻ കൽക്കിനോട് പെരുമാറുക. അതുകൊണ്ടാണ് ഒരേ മാർക്കറ്റിൽ രണ്ടാളുണ്ടാവും, ഒരാൾക്ക് പൊടി പഠിച്ച് കച്ചവടമായിരിക്കും, മറ്റോൻ തീരെ കച്ചവടം ഉണ്ടാവില്ല. കള്ളാഹ് തിരുപ്പതിപ്പെട്ടിരിക്കുക. പിന്നെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഒന്ന് അള്ളാഹു തആലാൻ്റെ കള്ളാഹ് തിരുപ്പതിപ്പെടാതിരിക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമുക്കൊക്കെ ഉണ്ടാകണം പറയാൻ നല്ല ഉഷാറെന്നല്ലാണ്ട് കള്ളാഹിൻ്റെ ഓരോ ഭാഗം വരുമ്പോൾ നമുക്കാർക്കും ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതോടുകൂടി ശരിക്കും കുഫ്റാണ്, നമ്മൾ അള്ളാഹിനെ അള്ളാഹായിട്ട് അംഗീകരിക്കാതെ വെക്കുകയാണ്. അള്ളപ്പോൾ ഒരു കാര്യം തന്നു, അതിൽ നമ്മൾ തിരുപ്പതിപ്പെടാതെ തന്നാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി എൻ്റെ അഭിപ്രായം ശരിയല്ല, ഇനി ഇങ്ങനെയും ചെയ്യേണ്ടിയിരുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ റബ്ബിനെ നമ്മളെന്താക്കിയില്ല, റബ്ബായി തിരുപ്പതിപ്പെട്ടിട്ടില്ല. കുറേ നിസ്കരിച്ചതിനെ കൊണ്ട് ഇക്കരെല്ലാം കൊണ്ടൊന്നും കഴിയില്ല. കള്ളാഹ് തിരുപ്പതിപ്പെട്ടില്ല, പോയി ആകെ പൊളിഞ്ഞാ എല്ലാം പൊളിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ലിസാനുൻ ദാക്കിറും കൽബുൻ ഷാക്കിറും. മൂന്നാമത്തെ ജിസ്മുൻ അലൽബലായി സാബിറും, പരീക്ഷണത്തിൻ്റെ മേൽ ക്ഷമിക്കുന്ന ശരീരം. ഇത് മൂന്നെണ്ണമാണ് ദുനിയാവെന്ന് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ശരീരം. ഇവന് ഏതെങ്കിലും രീതിയിലുള്ളതായ പരീക്ഷണങ്ങൾ കേട്ടോ, ദാരിദ്ര്യമോ രോഗമോ മാനഹാനിയോ എന്താ അള്ളാഹ് കണക്കാക്കി അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായി. അത് ക്ഷമിക്കുന്ന ശരീരമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതാണിപ്പോൾ ഇതപ്പോൾ നമ്മൾ കുറ്റക്കാരനാവും. അങ്ങനെ ഒരു പരീക്ഷയുടെ ഏറ്റവും ഒരാൾ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ അവനെ സുഖാക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് എന്നോടായിരിക്കും ദേഷ്യം. ഞാൻ അവനെ നന്നാക്കാൻ വിചാരിച്ചു, ഇനി അവനെ കയറ്റിയിട്ടുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉണ്ടാവുക. അള്ളാഹ്ക്ക് ഇഷ്ടം ഈ പരീക്ഷണം സഹിക്കുന്ന ആളെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇതാണ് സുന്നത്ത്, ഇത് ശരിയാണ്. ഇത് പറയാനുള്ള അല്ല, ഇത് ചെയ്യാനും അനുഭവിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അത് ചെയ്തോളി, എന്നാൽ സുന്നിയായി, അത് സുന്നത്തുവാ. സമയത്തിൽ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസ് കൂടി, ഇന്ന അഞ്ചാക്കും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹ, മഹ്ശറയിലെ ആ അവിടുത്തെ പരിഭ്രമങ്ങളും അവിടുത്തെ ഭയങ്കരങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്ന് ഏറ്റവും രക്ഷപ്പെടുന്നവൻ. ഒമവാത്തിന് അവിടുത്തെ എല്ലാ പ്രദേശത്തു നിന്നും, മഹ്ശറയിലെ എല്ലാ പ്രദേശം എന്ന് പറഞ്ഞാൽ തിലാസ്, സിറാത്ത്, ഹിസാബ്, മഹ്ശറയിൽ നിങ്ങൾ നിൽക്കേണ്ട സ്ഥലം, ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെ ഏറ്റവും രക്ഷപ്പെടുത്തുന്നത് ആ രക്ഷപ്പെട്ട ആൾ അക്തറുക്കും വലിയ സ്വലാത്തൻ, എൻ്റെ മേലെ ഏറ്റവും സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളാണ്. ആളെ ഒന്നും ഓന് പ്രയാസം ഉണ്ടാവില്ല, ആർക്ക് പറഞ്ഞാൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക എന്തെന്ന്, നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് നിങ്ങളെ സലാത്തിട്ടാൻ വേണ്ടിയാണെന്ന് വിചാരിക്കേണ്ട. ഇന്നഹു ഖദ് കാന ഫില്ലാഹി വ മലായികത്തി കിഫായത്തുൻ, അള്ളയും അള്ളാഹിൻ്റെ മലക്കുകളിൻ്റെ മേൽ സലാത്തില്ല, അത് തന്നെ മതി എനിക്കിഷ്ടം പോലെ കിഫായത്ത്. പിന്നെ നിങ്ങൾ ചൊല്ലിയിട്ടൊന്നും ഇന്ന ഉണ്ടാക്കേണ്ടിയില്ല. പിന്നെ എന്തിനാ ചെയ്ത് വലാക്കിൻ ഹുസൽ മോമിനീന, മോമിനിങ്ങളെ നിങ്ങളും ചൊല്ലിയോളി എന്ന് പറഞ്ഞാൽ യുസീബഹും വരെ ഓൽക്ക് പ്രതിഫലം കിട്ടാനാണ്. എനിക്കാര് തന്നെ മതി, അള്ളാഹിൻ്റെ മതി, അള്ളാഹിൻ്റെ മലക്കളതും മതി, ഓൽ ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളതല്ല ജനങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങളും ചെയ്യുമെന്ന് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യുസീബഹും വരെ അതിന് പേര് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവനാൻ്റെ സമയങ്ങൾ ഇങ്ങനെ ബെസ്റ്റായിട്ട് കളയുന്നതൊക്കെ ഈ ആദ്യ കാര്യങ്ങളിലൊക്കെ ആയിട്ട് മുഴുകുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. കാരണം നബി ഇത് പഠിപ്പിച്ചു, ഇങ്ങനെ ചെയ്തോളി. ഇനി നമ്മളത് ചെയ്താൽ പേക്കാനില്ല. അതോടുകൂടെ മറ്റവും പാലിക്കണം. നമ്മൾ പറഞ്ഞല്ലോ മറ്റവൻ്റെ ഹക്ക്,
ഓൻ്റെ ഉത്തരവാദിത്വം ഇവനെ ശല്യം ചെയ്യുക. ഒരു ഭാഗം തന്നെ ഒറ്റക്കണ്ണൻ്റെ അതിരിയായി പോയി ചെയ്ത് മാന്തളിൻ്റെ അതിരി, ഒരു ഭാഗം കണ്ണു ഒറ്റ കാലത്ത് കണ്ണ്, അങ്ങനെ ആവരുത്. അങ്ങനെ അതിന് ഫലം ഉണ്ടാവില്ല. അങ്ങനെ ദ്രോഹം കരുതിൻ്റെ എല്ലാ ദ്രോഹവും ചെയ്യും. പുറത്ത് നന്നായിട്ട് സ്ഥലത്ത് ഇത് നബിക്ക് തന്നെ ഇഷ്ടക്കേടാവും. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ചെയ്ത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഹറാമിനെ സംഭരിച്ച് അതിനോട് ഒരു മൗലൂദ് അങ്ങനെ അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം വരിക. അവിടെ സൂക്ഷിക്കേണ്ടതും സൂക്ഷിക്കണം എന്നിട്ട് ആ സൂക്ഷിച്ച രീതിയിലായിക്കണം കഴിക്കേണ്ടതും ചെയ്യേണ്ടതും. അങ്ങനെ രണ്ട് ഭാഗവും നോക്കിയിട്ടായിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഒരു സന്ദർഭോചിതമായിട്ട് അത് പറയാം. ഇന്നമിനൽ ഇൽമി, അറിവിലുണ്ട് കായത്തിൽ മക്നൂൻ, ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെ രഹസ്യമായി കിടക്കുന്ന ചില ജ്ഞാനങ്ങളുണ്ട്. ലായാലും അതിനെ അറിയില്ല, ഇല്ലൽ വിലമാവുമില്ലായി അള്ളാനെ അറിയുന്നവർക്കേ ആ ഇൽമ അറിയുള്ളൂ. ഫൈദാൻ അത്തഖൂബിഹി, അങ്ങനത്തെ ആൾക്കാർ അത് പുറത്തുനിന്ന് പറഞ്ഞാൽ ലായുംകിരു, അതിനെ തള്ളുകയില്ല. ഇല്ല അഹ്ലുൽ ഖിർറത്തി ബില്ലാഹി അസ്സ വജല്ല, അള്ളാനെ കൊണ്ട് ചതിപ്പെട്ടവരല്ലാതെ. ആയാതി ഇൽമുകൾ പുറത്ത് ജനങ്ങളോട് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളു ആരേ തള്ളുള്ളൂ? അള്ളാനെ കൊണ്ട് ചതിപ്പെട്ടോല്. അള്ളാനെ കൊണ്ട് ചതിപ്പെട്ടോല് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ അങ്ങനെ പലതും ചെയ്തിട്ടു, അള്ള എന്നെ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ചില അളക്കൽ അങ്ങനെ എങ്ങനെ ചിലപ്പം പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടും അള്ള ചിലപ്പോൾ അതിന് എതിരൊന്നും ചെയ്യുന്നില്ല. അത് അള്ളാനെ കൊണ്ട് ചതിപ്പിടുക എന്നല്ല. അപ്പോൾ കണ്ടില്ലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല് പൊട്ടിച്ചിട്ടോ നബിനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നും വല്ല് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലയിടത്തുണ്ട് ചെയ്തതിനുള്ള പെട്ടെന്നുള്ള പ്രതിവിധി തിരിച്ചു കിട്ടൂല. അതാ അള്ളാനെ കൊണ്ട് ചതിപ്പിടുക എന്നല്ല. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ശിക്ഷ ഒരിക്കൽ ഒരാൾ പറഞ്ഞു എന്നാ, ഞാൻ അങ്ങനെ പല തെറ്റുകളും ചെയ്തിട്ടും അള്ളാഹു തആല എന്താക്കിയില്ല, എനിക്കൊരു ശിക്ഷ ശിക്ഷിച്ചില്ല. അപ്പോൾ ഉടനെ തന്നെ അള്ളാഹു തആല ആ കാലഘട്ടത്തിൽ നബിക്ക് വഹി നൽകി. അവനോട് പറഞ്ഞേക്ക് ഓൻ്റെ ശിക്ഷയിലാണ്, എൻ്റെ ആരാധനയുടെ ഇബാദത്തിൻ്റെ മാധുര്യം ഞാൻ അവൻ്റെ നിന്ന് ഉരിക്കുന്നു. ഞാനവനെ ശിക്ഷിക്കുന്നുണ്ട്, ശിക്ഷ അവനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മളോട് പോലും അല്ല വിദേശത്തിലേക്ക് നമ്മളെ കഥ അറിയില്ല എന്നതുപോലെ അള്ളാഹനെ ശിക്ഷിക്കുന്നുണ്ട്. എന്താ? അള്ളാഹനെ ആരാധിക്കാനുള്ള മധുരം കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹനെ ആരാധിക്കാൻ അവന് തോന്നൂല. അങ്ങനെ അതൊരു ശിക്ഷ എന്നതുപോലെ ശിക്ഷകൾ പലതും വരും. അത് പുറത്തിങ്ങനെ പൊട്ടും പൊളിയും തന്നെ ആയിക്കോളണമെന്നില്ല. ഇന്നിപ്പോൾ കാലികമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ അതാ. ചെയ്യാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതും പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ തിരിച്ചടികൾ വരിക. അതിന് പെട്ടെന്ന് കിട്ടിക്കോളണമെന്നുണ്ടാവില്ല എല്ലാ കാര്യത്തിനും. ചിലതിന് സമയങ്ങൾ കഴിഞ്ഞിട്ടേക്ക് അതിൻ്റെ കാര്യങ്ങൾ വരിക. കൃഷി ചെയ്താൽ അങ്ങനെയല്ലേ, വളവുണ്ടാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഇപ്പോൾ എന്തെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ട് ഈ എല്ലാം ചെയ്ത് മൗദൂഅന്നൊക്കെയും പരാതി. മൗദൂഇനിപ്പം പറയുന്ന അടിസ്ഥാനം ഇപ്പം എന്താ? ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞത് സ്ഥിരപ്പെട്ട പിന്നെ അയാൾ പറയുന്ന ഹദീസൊക്കെ ഇപ്പം എന്താ മൗദൂഅെന്നാണ് നിർമ്മിതി റസൂലുള്ളാഹിൻ്റെ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഈ ലോകത്തെ ഏറ്റവും ഉന്നതന്മാരായ മഹാന്മാരെ മേൽ ഒക്കെ എന്ത് ചെയ്ത് കളവ് പറഞ്ഞു ഇപ്പോൾ സ്ഥിരപ്പെട്ടു. സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്ത് ആ ആളെ ജീവിതം മുഴുവൻ പിന്നെ മൗദൂഅയില്ല. പിന്നെ അയാൾ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം അറിഞ്ഞതിനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന 39 ആളുണ്ട്. 40 ആൾക്കാരും കൂടി കൂടിയിട്ട് തീരുമാനം എടുത്ത ഒരു മൊത്തം മൗദൂഅ് ഉണ്ടാവും. അങ്ങനെയല്ല പിന്നെ ഉണ്ടാകും. ഇതിനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന 39 ആൾക്കാർ കൂടി കൂടിയിട്ട് കളവിനെ പുകഴ്ത്തിയൊരു ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 40 ആൾ കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ എന്താ ഉണ്ടാകുക? ആ മൗദൂഅ് ഒന്നുകൂടി മൂക്കും. അങ്ങനെയല്ലേ? അതൊക്കെ ഇപ്പം ഒന്ന് വർത്തമാന കാലത്ത് നടക്കുന്ന, അതായത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഈകഴ്ത്താൻ പറയല്ല, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ സൂക്ഷിച്ചേക്കുക. ഇതിന് പറയാ ഇങ്ങനത്തെ പല സംഭവങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയണ്ടല്ലോ ഫക്കീയും സൂഫിയായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് എന്താ ഫക്കീഹിന് സൂഫീനെ എതിർക്കാൻ സൂഫിക്ക് ഫക്കീനോട് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പം അറിഞ്ഞാൽ എവിടെയാണ്
അപ്പം അറിഞ്ഞത് സൂഫിക്ക് ഇൽമില്ല, ഫക്കീന് ഇൽമുണ്ടാൻ. അങ്ങനെയാണെങ്കിൽ ഇൽമെന്ത് ചെയ്യുക, എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് വീരം തിരുത്തി കൊടുക്കാമെന്നാണ്. അത് മറ്റോന് ഇൽമില്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല. മറ്റോന് രണ്ടുമുണ്ട്, ഫിഖുണ്ട് തസവുഫുണ്ട്. അത് രണ്ടുള്ള ആൾക്കാർ ആട്ടിനെ പട്ടിയാക്കുന്നത് പോലെ ആൾ ചെയ്തത് ശരിയല്ല എന്നിങ്ങോട്ട് വരുത്തി തീർക്കുക. അതിനെ ഹദീസിൻ്റെ മറ്റെന്തോ പിമ്പലുണ്ട്, ഹദീസൊക്കെ മൗലൂദാക്കിയാൽ മാറ്റുകയാണ്. മുൻഗാമികൾപ്പെട്ട പലർക്കും അക്കാലത്ത് നടന്നിട്ടുണ്ട്. ഫക്കീനെ സൂഫി ഒരു മഹാനായ ഇമാമുൽ ഹറമൈൻ, ഒരു കഥയും കൂടി. ഗസാലി ഇമാമിൻ്റെ ഗുരുവാനാണ് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് ആദ്യകാലത്ത് ഇതിനോട് വിമർശനം, തസവൂഫിനോടും സൂഫിസത്തിനോടൊക്കെ. അപ്പോൾ മൂപ്പർ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ദർസ് എടുത്ത നേരം ഒരു വലിയ കുറേ അനുയായികൾ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. എവിടേക്കോ ഒരു വീട്ടിൽ സദ്യക്ക് പോവുക. അപ്പോൾ മൂപ്പരിങ്ങനെ ഇവർക്ക് തിന്ന് അടുക്കൽ എന്നാ പണി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ മൂപ്പര് ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ്, ദർസ് എടുത്താണ്. ഏറ്റവും ചെയ്യുക ഷെയ്ഖും അനുയായികളും അങ്ങനെ പോവുകയാണ്. ഇടാ മൗലൂദിനോ പാർട്ടിക്ക് എന്തിനോ പോവുക, ഒരു ക്ഷണിച്ച സദ്യക്ക് പോവുകയാണ്. മനസ്സ് തോന്നിയിട്ടുള്ളൂ എന്തെന്ന് ഇവർക്ക് ഇപ്പം തിന്നിങ്ങനെ നടക്കൽ തന്നെയാണ് ഇത് പണിയെന്ന് മനസ്സിൽ കരുതി. അങ്ങനെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന നേരം ഷെയ്ഖും കൂടി നേരിട്ട് കയറി ഇമാമുൽ ഹറമീൻ്റെ സദസ്സിലേക്ക്. അപ്പോൾ മൂപ്പരിങ്ങനെ ഹറാമ് ഹലാലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ജനാപത്തുണ്ടായിട്ട് കുളിക്കാതെ പള്ളിയിൽ നിന്ന് ദർസ് എടുത്തതിൻ്റെ ഹുക്കുമ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് മൂപ്പർ ഇങ്ങനെ ചെയ്ത്, മൂപ്പർക്ക് ഇന്നലെ അന്തി ജനാപത്തുണ്ട്. ആർക്ക്? ഇമാമുൽ ഹറമീനിക്ക്. കുളിക്കാൻ മറന്നു പോയിക്കുന്നു. മൂപ്പരെങ്ങനെ ദർസ് എടുത്താണ്. ഇത് മറ്റാൾ കണ്ടിട്ടൊന്നുമില്ല. ആര്? സൂഫി കണ്ടിട്ടൊന്നുമില്ല. ഇത് ചോദിച്ചതിന് ശേഷം മൂപ്പർ ബോധവാനായി. മൂപ്പർ പോയി കുളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ മൂപ്പർ ബൈയിൽ വന്നു. ആര്? ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാമുൽ ഹറമൈനി സാധാരണ ആലിമൊന്നുമല്ല. രണ്ട് ഹറമിലെ ഇമാമാണെങ്കിൽ ഇടത്തണം അടക്കുകയും തുടരപ്പെടുന്ന വ്യക്തിയാണ്. അതിലും വലിയ ഫഖീഹ് മിനാരാ. അപ്പം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. വേറൊരു കഥയൊക്കെയാണ് നമ്മളെ മഹല്ലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മഹല്ലി എന്ന് പറയുന്ന കിതാബിൻ്റെ മുസന്നിഫ് ഇമാം മഹല്ലി. ജലാലൈനി എന്ന് പറഞ്ഞ കിതാബിൻ്റെ മുസന്നിഫായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു സൂഫിനെ പറ്റി വലിയ വിമർശനം പറ്റി അവസാനം കൊല്ലാൻ വേണ്ടി വിധിച്ച് രാജാവിൻ്റെ മുന്നിൽ. കഥ ആര് അറിഞ്ഞു? ജലാലുദ്ദീൻ മഹല്ലി അറിഞ്ഞു റളിയല്ലാഹു അൻഹു. മൂപ്പര് വന്നിട്ട് ചോദിച്ചു ആരോട്? അവിടെ ഉണ്ടായിരുന്ന സാലിഹുൽ മുൽക്കീനി എന്ന് പറയുന്ന ജലാലുദ്ദീനുൽ മുൽക്കീനിൻ്റെ മകൻ സാലിഹുൽ മുൽക്കീനി എന്ന കർമ്മശാസ്ത്ര പണ്ഡിതൻ ആ സദസ്സിലുണ്ടായി. എന്തിനാണ് ഇയാളെ കൊല്ലാൻ നിങ്ങൾ പത്ത് കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വാപ്പ ഇതുപോലത്തെ ഒരു മസലയിൽ അങ്ങനെ കൊല്ലാൻ പത്ത് കൊടുത്തു എന്നാണ്. ജലാലുദ്ദീൻ മഹല്ലി ചോദിച്ചു, എൻ്റെ വാപ്പ ഒരാൾക്ക് കൊല്ലാൻ പത്ത് കൊടുത്തെന്ന് വിചാരിച്ച് ഈ ഒരു മുസ്ലിമിനെ കൊല്ലല്ലെങ്കിൽ ഹലാലാക്കുകയാണെന്ന് ചോദിച്ചിട്ട് മൂപ്പര് ബലമായിട്ട് ഈ കൊല്ലാൻ വിധിക്കപ്പെട്ട ആളെ കയ്യും പിടിച്ച് കോടതിയിൽ നിന്ന് ഇറക്കി മൂപ്പരാൻ കൊണ്ടുപോയി. ആര്? മഹല്ലി ഇമാം റളിയല്ലാഹു അൻഹു. പക്ഷെ മൂപ്പര വലുപ്പവും ഗാംഭീര്യവും കൊണ്ട് രാജാവും മറ്റുള്ളവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ നോക്കി നിങ്ങൾ ആരാ എതിർക്കേണ്ടി? ആരാ എതിർത്താൻ? ആരും കൊണ്ടുപോയിപ്പോൾ മഹല്ലി റളിയല്ലാഹു അൻഹു പിടിച്ചങ്ങ് കൊണ്ടുപോയി. ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ എത്രയോ ഉണ്ട് ലോകത്ത്. എന്നിട്ട് അവനാൻ കളവ് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ പറയുന്നത്. അപ്പോൾ ഏതിലും നമ്മൾ സൂക്ഷിക്കുക കഴിഞ്ഞിടത്തോളം, മറ്റുള്ളവരെ താഴ്ത്താന്നുള്ളതല്ല, ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇതിൻ്റെ ഒരു റിയാക്ഷനാപ്പോൾ അത് ഏറ്റവും മൗലൂദാന്ന് പറയാനായിട്ട് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഗസാലി ഇമാം ഉണ്ടോയെന്നൊരു ഹദീസിൽ ഒരു മൗലൂദും ഇല്ല. മൂപ്പര് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, ഞാനെ പറഞ്ഞൊക്കെ ശരിയാണ്, അതാണ് നിങ്ങൾ ഈ കൊടുത്തതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ചിലപ്പം വിചാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്കും പറ്റിയില്ലല്ലോ. പറ്റൽ എങ്ങനെയാണെന്നല്ലേ നമുക്ക് തിരിയില്ലാന്ന്. പറ്റലിപ്പോൾ പുറത്ത് പൊട്ടും പൊളിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താണ് അള്ളാഹു തആല അതിന് ശിക്ഷ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാവിനെയും അങ്ങനത്തെ ആൾക്കാരെ എതിർത്ത് കഴിഞ്ഞാൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു അതിൻ്റെ കടുത്ത ശിക്ഷ ഓലെപ്പറ്റി ഇവർക്ക് അറിയാതിരിക്കുക എന്നുള്ള. അപ്പോൾ അബൂജാഹിലിൻ്റെ ശിക്ഷ ഇപ്പം എന്താ? അബൂജാഹിലിൻ്റെ ശിക്ഷ വലിയ ശിക്ഷ നബി ആരാന്ന് ഓൻ അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഒരു നാട്ടിൽ പിറന്ന് ഒരു കൂടെ ജീവിച്ച ഒരു മാർക്കറ്റിൽ തന്നെ കഴിയുന്ന ആളായിട്ട് ഇങ്ങനത്തെ ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ അദാബ്. അതേസമയത്ത് പേർഷ്യൻ്റെ അങ്ങേ തലക്കൊക്കെ എടുക്കുന്ന സൽമാൻ അൽ ഫാരിസി ആളറിഞ്ഞ് വന്നും ചെയ്ത് ഇവിടെ മുഅ്മിനായി സൽമാനും മിന്ന അഹ്ലൽ ബൈത്ത്, സൽമാൻ്റെ കുടുംബമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൊട്ട ഖുറൈശി കുടുംബമായിട്ട് തൊട്ട നാട്ടിൽ ജനിച്ച് വളർന്ന് കൂടെ വലുതായി 40 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ ആളാരാന്ന് മനസ്സിലാക്കാൻ ഇതാക്കിയാൽ കഴിഞ്ഞില്ല. ഇതാണ് അദാബ്, ഏറ്റവും വലിയ അദാബ്. നാളെ ആഖിറത്ത് ഖേദിക്കേണ്ടി വരുന്ന അദാബ് അതാണ്.
ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു അവരെ വഫാത്തിൻ്റെ മാസം 1-2 വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പൊതുവിൽ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം അന്നിങ്ങനെ പോവുകയും ചെല്ലുകയും പറയുകയൊക്കെ ചെയ്തു പോയി. വേറെ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല. ഇപ്പോൾ മുൻഗാമികളെ കഥയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലൊക്കെ ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കൂടുതൽ ഇബാദത്തല്ല, പിന്നെന്താ മൂപ്പർക്ക് റസൂലുള്ളാഹിൻ്റെ ഖിദ്മത്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് വേണ്ടി എന്താ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അതുപോലെ ഇപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മൂപ്പർക്കും കൂടുതൽ നിസ്കാരമോ കൂടുതൽ നോമ്പോ അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെക്കാളും ചെയ്യുന്നുണ്ട്, അതല്ല പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ മൂപ്പരെ സേവനം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പരെ ജീവിതം. അപ്പോൾ അത് വിചാരിച്ച് എന്ത് ചെയ്യും? ഇവിടെ പേൽപ്പൊരു കൈക്കോട്ട് എടുക്കുക, അല്ലെങ്കിൽ നാളെ ഒരു പിരിവിനോ ചെയ്ത് നിൽക്കാരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മദ്യപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോമ്പ് കേൾക്കാതെയൊക്കെ ചെയ്താൽ ഓല ഒന്ന് കാര്യമായിട്ട് ചെയ്തില്ലല്ലോ. അങ്ങനെ ആ കൂടിയൻ കൊണ്ട് എന്നെ ഓല് ജയിച്ചുക. ഓല് ജയിച്ചു ഇങ്ങനെ ഓല ഉള്ള മുഴുവൻ ഇവരോടുള്ള സ്നേഹം നിറച്ചു. ഇനി അതല്ലാതെ ഓല ഉള്ളിൽ വേറൊന്നുമില്ല. എന്നിട്ട് പിന്നെന്ത് ചെയ്യുന്നു? കൽപ്പിച്ച കാര്യങ്ങൾ ഒരു കൊണ്ടുവരുന്നുണ്ട്, ഒഴിക്കാൻ പറഞ്ഞൊക്കെ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ കിട്ടുന്ന സമയങ്ങളൊക്കെ ആ ആക്കുള്ള സേവനത്തിലാണ്. ഇവിടെ ചെയ്യുന്ന നമ്മളുള്ളിലൊക്കെ വേറെന്താണ്, യാതൊന്നും ഇവിടെ ഉള്ളില്ല. അത് ബെരനെ നേരം ഉണ്ടാവില്ല. ബെരനേരം തന്നെ ചിലപ്പോൾ അന്നപ്പോൾ നമ്മൾ ഉള്ളു വേറെ ആയിക്കും, തടിയേക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചതിപ്പെട്ട് പോകണ്ടാതെ അങ്ങനെ ചില സമർപ്പിച്ച ജീവിതങ്ങളുണ്ട്. ഓരോരോ ഗുരുവിൻ്റെ മുന്നിൽ അത് സമർപ്പിച്ചിട്ടുണ്ടോ? സർവാട് സമർപ്പിച്ചിട്ട് ആ ഉള്ളിൽ ഇനി അതല്ലാതല്ല തൃപ്തി അല്ലാതായി വേറൊന്നുമില്ല. അപ്പോൾ ഒഴിക്കേണ്ടത് ഒരു ഒഴിക്കുകയും ചെയ്യും, ചെയ്യേണ്ട നിർബന്ധമായി ചെയ്യും, കൂടുതൽ ചെയ്യുന്നുണ്ടാവില്ല പുറത്ത്. ബാക്കിയുള്ളതൊക്കെ ആ സമർപ്പണത്തിൽ ചിലവ് അങ്ങനത്തെ ആ നിലക്ക് വിജയിക്കും. അല്ലാതെ വെറും ചെയ്യേണ്ട ഒപ്പം കൂട്ടിയതുകൊണ്ടോ എനിക്ക് നല്ല സ്നേഹമുണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച് എനിക്കൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. അത് ശരിക്കും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മളെ ഇമാമിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ദീനിൻ്റെ യാതൊരു കാര്യത്തിൻ്റെ ചെയ്ത് വിട്ടുവീഴ്ച ചെയ്യരുത്, അതിന് ഭംഗം വരുത്തരുത് എന്നുള്ളതാണ്. ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തങ്ങളോട് മൂപ്പരെ ഗുരു നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്താ? ഇളവനെ തൊട്ടിങ്ങി മാറിക്കണം, വിട്ടുവീഴ്ച നോക്കരുത്. അങ്ങനെയും ചെയ്താൽ മതിയല്ലോ എന്നുള്ളത് നോക്കണ്ട, എവിടെയും കണിശത പാലിക്കണോ. ഇതാണിപ്പോൾ ഒരു മുരീദ് എടുക്കേണ്ടത്. ഈ ഷെയ്ഖിൻ്റെ ലാസ്റ്റ് അവസ്ഥ അല്ല നോക്കേണ്ടതെന്നാണ്. മുരീദാവുന്ന നല്ല കർശനം. എന്താണ് കണിശമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് മുഴുവനും ചെയ്യണോ. അതിൽ ഏതെങ്കിലും ഇളവ് നോക്കിയിട്ട് നമ്മൾ മാറിക്കല്ലോ വേണ്ടത്. മൂപ്പര് അങ്ങനെയല്ലേ, എങ്കിലും നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടതാണ്. ഒരാൾ അവസാനത്തിലേക്ക് തുടക്കത്തിലേക്ക്. ഉദാഹരണത്തിന് ഇപ്പോൾ മദ്രസയിൽ പഠിക്കുന്നവരെ 1-ാം ക്ലാസ്സിൽ കുട്ടി എന്നോട് പറഞ്ഞു അലിഫ് എഴുതി കൊടുത്ത് ചെല്ലടോ അലിഫ് എന്നാൽ ഓൻ കൂടി തിരിഞ്ഞു നോക്കണേ ഉസ്താദ് ചെല്ലണമെന്നില്ല. മുപ്പരാളെ മേശമേൽ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഞാനും ചെല്ലില്ല. ഉസ്താദ് ചെല്ലില്ലല്ലോ വിചാരിച്ചാൽ എന്താവും? മൂപ്പര് ഇതൊക്കെ ചെല്ലിക്കഴിഞ്ഞ് പാസ്സായി എന്ന് പഠിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ മൂപ്പര് ഇപ്പോൾ ചെല്ലിയാണില്ല, മൂപ്പർക്ക് ഒരു കണക്കുണ്ട്, അത്ര മതി. ഇവനത് വരെ ചെല്ലി പഠിക്കണം. അങ്ങനെ എന്നതുപോലെയാണ് എല്ലാ അമലുകളും കാര്യങ്ങളും. ഓൾത് പിന്നെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പുറത്തല്ല കൂടുതലുണ്ടാകുക, പുറത്ത് അത്യാവശ്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് അവർ അമലുകളും കാര്യങ്ങളും നടക്കുക. രണ്ടാമത്തെ പറഞ്ഞ കിബിലത്തൊക്കെ ഹാദിദൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ എൻ്റെ കിബിലയാക്കണം. എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു കിബില പോലെ ഞാൻ കൊണ്ടുവെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകളും ജീവിതങ്ങളും. മൂപ്പര് പറയുന്നൊരു കാര്യം, ലായം പോയി സാലിക്കു ഹാദിയത്തരീക്ക് ആത്മീയ ഈ വഴിയിൽ പ്രവേശിക്കുന്നതാൾക്ക് ഫലപ്പെടൂല ഇല്ലാ ബിദുല്ലി വൽ മസ്കന, നിന്യതയും അപമാനവും സഹിക്കണോ. അന്തസ്സോടുകൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല, വഴിക്ക് കയറാൻ കഴിയൂല. ഇനി 3 ഷർത്തുകളാണ് മൂപ്പർ പറയുന്നത്. ഒന്ന് അദബും അള്ളാഹുവിനോടുകൂടെ മര്യാദ പാലിക്കുക. അള്ളാഹുവിനോട് മര്യാദ പാലിക്കുക എന്നാൽ ഒരു മുരീദ് ലാഹിറിലും ബാത്തിലും എപ്പോഴും അള്ളാഹിൻ്റെ അടിമത്തത്തിൽ ഇങ്ങനെ നിൽക്കുക. പുറത്തും ഉള്ളിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിൻ്റെ എല്ലാ കൽപ്പനകളും ഇങ്ങനെ നിറവേറ്റുക. ഒഴിക്കേണ്ടതൊക്കെ ഒഴിക്കുക, കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവരിക. ഈ രീതിയിൽ ഈ അടിമത്വം അതൊരിക്കലും മുറിയാൻ പാടില്ല എൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതാണ് അള്ളാഹുവിനോടുള്ള മര്യാദ. അത് അതിൻ്റെ ഒരു ഫറളാണ് അതിൻ്റെ. രണ്ടാമത്തെ അദബു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനിയോടുള്ള മര്യാദ. അതെങ്ങനെ? ഫീ മക്കാമി ഇത്തബിയോനി കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ വത്തബിയോനീന, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് പിൻപറ്റിക്കോളി എന്ന് പറയൂ നബിയേന അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതപ്പോൾ സഹാബത്ത് ചെയ്ത് എന്തിനൊക്കെ നബീനെ പിൻപറ്റാനുണ്ടോ പിൻപറ്റേണ്ട കാര്യത്തിലൊക്കെ ഇവരോട് പിൻപറ്റി. ഇങ്ങനെ അതാണ് രണ്ടാമത്തെ ഫർദ്. അപ്പോൾ അത് ഒഴിഞ്ഞു പോയാലൊന്നും വഴിയിലുണ്ടാവില്ല. മൂന്നാമത്തെ അദവും മയൽ മശായിഖ് ഗുരുവര്യന്മാരോടുള്ള മര്യാദ. അതെങ്ങനെ?
അത് ഗുരു സാന്നിധ്യത്തിലാലും ഗുരുവിൻ്റെ അസാന്നിധ്യത്തിലാലും അവരെ തൃപ്തി എന്തായിരിക്കും? ആ തൃപ്തി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഈ 3 ഷർത്തുകളില്ലാഞ്ഞാൽ അതിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഒന്നെന്ത് വേണം? ഇതിൻ്റെ പ്രത്യേകത ബദലുൽ വുജൂദ്, സ്വയം സമർപ്പണം വേണമെന്ന്. സ്വയം സമർപ്പണം എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം ഇഷ്ടം, ദേഹത്തിൻ്റെ ഇച്ഛ, താല്പര്യം ഒഴിവാക്കണം. ഇവന് യാതൊരു ഇഷ്ടവും ഉണ്ടാവരുത്. അവിടുത്തെ ഇഷ്ടമല്ല. ഇപ്പോൾ വേണ്ടില്ല സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കഥയൊക്കെ പോകണം. ഉമർ ഖത്താബിൻ്റെ കഥയില്ലേ? എങ്ങനെ നിങ്ങളൊരാളെന്ത് ചെയ്യില്ല, മൂമിനാവില്ല, ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ നഫ്സിനേക്കാളും മുതലിനേക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടവനാവുന്നതുവരെ മൂമിനാവില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നഫ്സിനേക്കാൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാനാവും, അഞ്ഞ് മൂമിനുമല്ല എന്ന്. ഉടനെ മൂപ്പര് മാറ്റി, എന്നാൽ ഞാൻ എന്നേക്കാളും എൻ്റെ എല്ലാത്തിനേക്കാളാണ് ഇഷ്ടം, എന്നാൽ കുഞ്ഞു മൂമിനായി എന്നും പറഞ്ഞു. ഇതന്നെ അതിൻ്റെ ഹുക്കുമ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വന്തം ഇറാദത്ത് പരീക്ഷിച്ചതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ ഓൻ്റെ ഉള്ളിലത്തെ താല്പര്യം വിട്ടുകണോ വിട്ടില്ല എന്ന് നോക്കിയാൽ ആരെ? ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പോൾ ആദ്യം വിട്ടില്ല, എൻ്റെ കൂടി ഞാനവിടെ ബാക്കിയുണ്ട്, ഇൻ്റെക്കാൾ സ്നേഹിക്കാൻ എനിക്കാവൂല, എന്നാൽ മൂമിനല്ല എന്നും പറഞ്ഞു. അപ്പം മൂപ്പര് അള്ളാഹിനെ തോപ്പിക്കൊണ്ട് അപ്പം തന്നെ മാറി, ഇന്നേക്കാളും ഞാൻ ചെയ്തു നിങ്ങളെ സ്നേഹിച്ചു, അപ്പം മൂമിനായും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ കൂടുതലുള്ളതായ ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ, ആ താല്പര്യം മുറിയാത്ത കാലത്തോടെ ഒരാൾക്കും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂല. ഈ ഒരു ജീവിതത്തിലൊക്കെ ഉണ്ട് മൂപ്പര് ഇത്രയോ കാരണം തന്നെ ചെയ്താലല്ല, ഓരോ കാലഘട്ടത്തിൽ ഗുരു ഓരോന്ന് കേൾപ്പിക്കും. ഒരു കാലത്ത് പറഞ്ഞത് എന്ത് ചെയ്ത് വയ്യൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എന്നും പണി തന്നെ. എത്രയോ കാലങ്ങളോ എൻ്റെ കുപ്പാക്കയ്യ ഇങ്ങനെ മണ്ണ് നിറഞ്ഞെടുക്കുന്ന കൈകൊണ്ട് ഇങ്ങനെ റോഡൊക്കെ അടിച്ചാൽ ആൾക്കാർ നടന്നു പോകണ വഴികളൊക്കെ ഇങ്ങനെ ഊലിക്കല്ല, അമ്പലത്തിനല്ല പറയുന്നത്, ഇങ്ങനെ റോഡൊക്കെ പോയിട്ട് ജനങ്ങൾ അള്ളാൻ്റെ പടപ്പുകൾ നടന്നു പോകണ വയ്യൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ. ഓലെ വയ്യ എന്നാവാനല്ല, നമ്മളെ വയ്യ എന്നാണ് പറഞ്ഞിരുന്നത്. അതിനാ പറയുന്നത്. അന്നിട്ട് ഇത് പോയിട്ട് ഇങ്ങനെ അടിച്ചാലേ എത്രയോ കാലങ്ങളോ. അപ്പോൾ ഞാൻ എൻ്റെ കൈമലൊക്കെ മുള്ളിട്ട് അടിയാൾ, എത്രയെങ്കിലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ കൈകൊണ്ട് അതൊക്കെ വൃത്തിയാക്കൽ അങ്ങനെ തന്നെ ഞാൻ ചെയ്തിരുന്നു. കുറേ കാലം ഒരു നായക്ക് ഹിദ്മത്തെടുക്കാൻ വേണ്ടി പോയി. നായ സാധനം ഈ തൊട്ടായിട്ടം കേൾക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ചിലപ്പോൾ നായപ്പോൾ സ്വർഗത്ത് കിടക്കണ നായയില്ലേ, സാബിൽ ഗബിൻ്റെ നായൊക്കെ. അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള ചിലപ്പോൾ ഈ അഹന്ത ഉണ്ടാവും, അതായിട്ട് പൊട്ടണമെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ മൂപ്പരോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് കാണുന്ന നായക്കൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ഹിദുമ്പത്തുകൾ ചെയ്യും. അതിന് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുക. നമുക്ക് ഇതുകൊണ്ട് നായ ആടെ കാണുമ്പോഴേക്ക് ഇവിടെ കല്ലൊന്നിക്കുക. അതുകൊണ്ട് തെരുവ് നായൻ്റെ ശല്യമൊന്നും അതൊന്നും അല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഇതൊരു പരീക്ഷണം. അപ്പോൾ ഏത് ജീവിയാണെങ്കിൽ അതിൽ ചില ഗുണങ്ങളുണ്ടാവും. അത് കണ്ട് പ്രവർത്തിക്കുകയും എൻ്റെ വീട് നന്നാക്കുകയും മണതാ പോലൊക്കെ എടുത്തത്. അങ്ങനെ അത് പ്രകാരം ഹിദുമ്പത്ത് കൊടുക്കുക, ഇത് തിന്നാൻ കൊടുക്കും, വേറെയുള്ളതൊക്കെ ചെയ്യും. അവസാനം ഒരു നായൻ്റെ അടുത്ത് ഞാൻ ഹിദുമത്ത് എടുത്തപ്പോൾ എനിക്ക് തോന്നി, പിന്നെ ഇതേപോലെ നായങ്ങൾ മലർന്ന് കിടന്ന് 2 കാലും കയ്യും മേൽപോട്ട് പൊക്കി ഞാൻ ഇങ്ങനെ ചെറിയൊരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചു. എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി ദുആ ചെയ്യാനായ ഞാനിങ്ങനെ ആമീൻ ഇങ്ങനെ ചെയ്തു. അതിൻ്റെ ശേഷം എനിക്ക് പല നന്മകളും കിട്ടിയിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ദുആരുന്ന ശേഷം മൂപ്പര് ശിഷ്യൻ, പ്രധാനപ്പെട്ട ശിഷ്യനാ മുഹമ്മദ് ഫാറസ് റളിയല്ലാഹു അൻഹു. ഒരു കഥയിലുണ്ട്, പിന്നെ ഒരു മൂപ്പര നേരെ ശിഷ്യൻ വന്നപ്പോൾ ഇന്നലെത്താൻ എനിക്ക് അന്നപ്പോൾ നിസ്കാരത്തിലായിരുന്നു വിളിച്ചപ്പോൾ. അപ്പോൾ മൂപ്പര നിസ്കാരത്തിന് കള്ളാവ് കിട്ടാം, നമ്മൾ കള്ളാവ് കിട്ടാൻ കഴിയൂല എന്ന്. നിസ്കാരത്തിനേക്കാൾ മുകളിലാണെന്ന് വിചാരിക്കില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം തുറന്നാ. എന്താ പറഞ്ഞത്? നിസ്കാരപ്പോൾ ഒരു വക്ത് തെറ്റിയാൽ എന്ത് ചെയ്യുക, കള്ളാവ് കിട്ടാൻ കഴിയും. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കള്ളാവ് ഉണ്ടാവില്ല, അത് കിട്ടാൻ കഴിയൂല, അത് പിന്നെ കിട്ടൂല. നമുക്ക് കള്ളാവില്ല, നിസ്കാരത്തിന് കള്ളാവുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനത്തെ ഒരാളിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഓരോ സെക്കൻഡ് പോകാൻ സമ്പാദിക്കണോ, അത് പോയാൽ പോയത് തന്നെ തിരിച്ചു കിട്ടൂല, മറ്റൊരാളിൽ നിന്ന് കിട്ടാനുണ്ടാവില്ല. നഫഅനല്ലാഹു സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.